സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അഭിഷേകത്തിന് സന്നിധാനോട് ഒരുമിച്ച് ഈ സഭയോട് ചേർന്ന് ഒത്തിരി പ്രാവശ്യം നിങ്ങളോട് ഒരുമിച്ച് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. എന്നെ ഒരു സ്വന്തം ചർച്ച് പോലെ കൂടെ കൂടെ വിളിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷേകത്തിന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയത് നിങ്ങളുടെ പിടലിക്ക് വേദന എടുക്കാതിരിക്കാനാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ മെസ്സേജ് എവിടെ പോയി പ്രസംഗിച്ചാലും എനിക്ക് ജനത്തിനുമായിട്ട് അടുത്ത് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ കയറിയാൽ ഒരു 5-10 ഉണ്ട്, ഞാൻ 2 ഇഞ്ച് കുറവുള്ള 6 അടിക്ക്. അപ്പം അത്രയും ഇതിന് മേലെ കൂടി കയറിയാൽ നിങ്ങൾ തല ഉയർത്തി നോക്കി കഴിയുമ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ പെടൽ വേദന എടുക്കും. ഏകദേശം ഇപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയമൊട്ട് ഞാൻ കളയുന്നില്ല. മുഖവുര പറഞ്ഞൊന്നും സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എത്രയും സമയം നമുക്ക് വചനം ധ്യാനിക്കാൻ കിട്ടുന്നു അത്രയും സമയം നമുക്ക് വചനം ധ്യാനിക്കണം. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ സ്നേഹിതനും കൂട്ടുവേലക്കാരനും ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് ഞങ്ങൾ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ അഭിഷേകത്തിനാണ് പ്രസാദ് പാസ്റ്റർ. ഞങ്ങളുടെ നാട്ടിൽ കൺവെൻഷൻ സ്റ്റേജുകളിൽ, ഒരേ വേദികളിൽ ഒരുപാട് സ്റ്റേജുകൾ ഞങ്ങൾ പങ്കിടുന്നവരാ. സ്തോത്രം. ഈ ചിലയിടത്തൊക്കെ നമ്മൾ സ്റ്റേജിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ കൂടെ നിൽക്കുന്ന വർഷിപ്പ് ലീഡേഴ്സ് നമ്മുടെ കൂടെ നിന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ ദൈവം അവസരം തരുന്നു. ഞാൻ ഒത്തിരി അഭിമാനത്തോടെ കർത്താവിൻ്റെ ദാസനെ കാണുകയാണ്. ആമേൻ. ഒരു മടിയും നോക്കാതെ. ഈ പാട്ടുകാരും മുഴുവൻ നിങ്ങൾ ശ്രദ്ധിക്കണം, അടുത്തൊരു പാട്ട് ഒരു പാടാനുണ്ടെങ്കിൽ, ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവർ ശബ്ദമൊക്കെ വളരെ സൂക്ഷിച്ചേ പാടുകയുള്ളൂ. ദേവദാസൻ ഒരു മീറ്റിങ്ങിൽ ഒരു ശബ്ദവും നോക്കാറില്ല. കേട്ടുന്ന അവസരം തകർത്ത് ദൈവത്തെ ആരാധിക്കും. അത് താൻ മാത്രമല്ല, കർത്താവിൻ്റെ ദാസിയും അതുപോലെ തന്നെയാണ്. ആമേൻ. ഞങ്ങളുടെ കൊച്ചിയിലായിരിക്കുന്ന കോസ്റ്റൽ ഏരിയയിലെ അവിടുത്തെ ഐക്യ പെന്തക്കോസ്റ്റ് ചർച്ചുണ്ട്. അവിടെ സ്ഥിരം ദൈവദാസനെ ആരും ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കൊച്ചി പട്ടണത്തിലൊക്കെ അവരുടെ ശുശ്രൂഷ ഒരുപാട് അനുഗ്രഹമാണ്. സന്തോഷമാണെങ്കിൽ ഒരു സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ആമേൻ. മുന്നോട്ടുള്ള ദിവസങ്ങൾ വളരെ സന്തോഷത്തോടെ നമ്മൾക്കായിരിക്കാം. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ഞാനിന്ന് ഈ ആരംഭ ദിവസം യേശുവിൻ്റെ ക്രൂശിനെ ഒന്ന് ഉയർത്തിയിട്ട് ആമേൻ. നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ മറ്റ് വിഷയങ്ങളിലോട്ട് കടന്നു വരാം. കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യർ ലേഖനം എല്ലാവരും എടുക്കാമോ? 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വേദവാക്യം നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അടുത്ത വാക്യം. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും എങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ ഏവർക്കും ദൈവശക്തിയും. ആമേൻ. ഇനി നിങ്ങൾ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം കൂടി നോക്കിക്കേ. 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഇന്ന് നമ്മൾ ഇത് ഈ വാക്യത്തിനകത്തുനിന്നാണ് ദൈവവചനം പഠിക്കാനും ചിന്തിക്കാനും പോകുന്നത്. നമുക്ക് സുപരിചിതമായ ഒരു വേദവാക്യമാണ്. കർത്താവിൻ്റെ ദാസനായ പൗലോസിന്റെ 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചു. ഒന്ന്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. രണ്ടാമത് നമ്മൾ വായിച്ചത് യേശുവിൻ്റെ ക്രൂശിനെ അല്ലാതെ ഒന്നും അറിയാത്തവനായി ഞാനിരിക്കുന്നു. ഒരു പ്രസംഗകന്റെ വിജയം യേശുവിൻ്റെ ക്രൂശാണ്. മറ്റെന്തിനെ ഉയർത്തുന്നതിനേക്കാൾ യേശുവിൻ്റെ ക്രൂശിനെ ഉയർത്തുന്നതാണ്
ഏറ്റവും വലിയ വിടുതൽ. ഇന്ന് അവൻ ഒരു പക്ഷേ ആളുകൾ മറന്നു പോകുന്നതും വിട്ടുപോകുന്നതുമായ ഒരു പ്രസംഗം കൂടിയാണ് യേശുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത്. മറ്റെല്ലാ പ്രസംഗങ്ങളും നമ്മൾ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്നെയും നിങ്ങളെയും വിടുവിച്ചത് യേശു കർത്താവിന്റെ ക്രൂശാണ്. പൗലോസ് ഇത് വ്യക്തമായി തിരിച്ചറിഞ്ഞ ഒരു ദൈവമനുഷ്യനാണ്, അല്ലേ? യേശുവിന്റെ ക്രൂശിനെ അനുഗമിച്ച ഒരു മനുഷ്യനല്ല താൻ ക്രൂശിന് എതിരായിരുന്നൊരു മനുഷ്യനാണ്. ക്രൂശിനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു ദൈവമനുഷ്യനാണ്. എന്നാൽ ഏതിനെ തകർക്കാൻ നോക്കിയോ അത് തന്നെ തകർത്ത് കീഴടക്കി അതിൻ്റെ സ്വദാസാക്കി മാറ്റി. ആമേൻ. അവൻ ക്രൂശിനെ ഉടക്കാൻ നോക്കിയെടുത്ത് ക്രൂശ് മാത്രം പ്രസംഗിക്കുന്നവനാക്കി സ്വർഗത്തിലെ ദൈവം മാറ്റി. ഇതാണ് നമ്മുടെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൈവമക്കളെ, എന്താണ് യേശു കർത്താവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്? നമ്മൾ സ്തോത്രം എന്നും പറയാറുണ്ട്. യേശുവിൻ്റെ ക്രൂശിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ ക്രൂശ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വിടുതലാണ്, അല്ലേ? സന്തോഷമല്ലേ? ഒരു വിടുതലാണ്, ഒരു ആനന്ദമാണ് യേശുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഇതിൻ്റെ നടുവിൽ ഇരിക്കാൻ കാരണം തന്നെ ആ ഉയർത്തപ്പെട്ട യേശുവിന്റെ ക്രൂശ് അല്ലേ? സന്തോഷമുണ്ടോ? ഒരാമയും പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഈ ക്രൂശിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ് കേട്ടോ. അവിടെ പൗലോസ് പറയുന്നുണ്ട്, യഹൂദന്മാർ അടയാളം ചോദിക്കുകയാണ്, യവനായക്കാര് ജ്ഞാനം. നോക്കുക, ആ ഗ്രീക്കുകാരെന്ന് പറയുന്നത് സാധാരണക്കാരല്ല, അവര് വലിയ തത്വചിന്തകന്മാരാണ്. നമ്മൾ പറയുന്ന നിസ്സാരമായ പ്രസംഗമൊന്നും അവർ തൊടത്തില്ല. അങ്ങനെ അത്രയും അറിവുള്ളവരും ജ്ഞാനമുള്ളവരും കഴിവുള്ളവരുമൊക്കെയാണ്. അവര് ഇരുന്ന് കേൾക്കണമെങ്കിൽ ഒരുപാട് ജ്ഞാനപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ അവർ കേൾക്കത്തുള്ളൂ. അവർക്ക് അത്ഭുതമൊന്നും വേണ്ട, അടയാളവും അത്ഭുതമൊന്നും നമ്മളെപ്പോലെ അവർക്കൊന്നും ആവശ്യമില്ല. അവർക്ക് അത്ഭുതത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല. അവര് കേൾക്കുന്ന വിഷയം അല്ലെങ്കിൽ പഠിക്കുന്ന വിഷയം ആഴത്തിൽ പഠിച്ച് അത് കുഴിച്ച് അതിൻ്റെ അടിത്തട്ടിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാ ഗ്രീക്കർ, അല്ലേ? യവനായക്കാർ. എന്നാൽ യഹൂദന്മാർ അങ്ങനെയല്ല, അവർക്കൊരു അടയാളമൊക്കെ വേണം. അടയാളം കണ്ട് വിശ്വസിക്കുന്നവരാ. എനിക്ക് തോന്നുന്നു ഇപ്പൊ പെന്തക്കോസ്തിനകത്തും അതുപോലൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. അടയാളമൊക്കെ കണ്ടാലേ വിശ്വാസം വരികയുള്ളൂ. ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടക്കയത്ത് വെച്ചൊരു കൺവെൻഷൻ നടക്കുകയാണ്. ആ പ്രസംഗിക്കുന്ന ഞാനല്ല, KP യോഹന്നാനാ പ്രസംഗിക്കുന്നത്. KP യോഹന്നാന്റെ പ്രസംഗം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അന്ന് ഞാൻ മതമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഹൗസ് വിസിറ്റിംഗ് നടക്കുക, വീടുകൾ കയറി ഇറങ്ങി അവിടെ ഇങ്ങനെ സുവിശേഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുണ്ടക്കയത്ത് KP യോഹന്നാൻ വരുന്നു. 25,000 പേരാ കൂടിയെന്ന്. 25,000 പേര്. KP യോഹന്നാൻ കത്തി നിൽക്കുന്നൊരു സഭയാണ്. അങ്ങനെ ഞാനും KPയെ കാണാൻ വേണ്ടി ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ചെന്നിരുന്നു. അപ്പൊ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു അമ്മച്ചി ചട്ടയും മുണ്ടുമൊക്കെ കൊടുത്ത് അമ്മച്ചി പറയുന്നുണ്ട്, KP വന്നില്ലേ. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ KP യോഹന്നാൻ വന്നു. KP യോഹന്നാൻ വന്നത് ഈ നമ്മുടെ പഴയ കോൺഗ്രസ്സുകാർ അപ്പച്ചന്മാർ കൊടുക്കുന്ന ഒരു കൈത്തറി മുണ്ടുണ്ടല്ലോ, ഈ മുണ്ടും ഈ ഒരു അരക്കൈ ഷർട്ടും ഈ കുറ്റിത്താടിയും ഷേവൊന്നും ചെയ്യാതെ ഒരു കുറ്റിത്താടിയും വെച്ചുകൊണ്ടാണ് കയറി വന്നേ. അപ്പൊ അടുത്തിരുന്ന മോള് പറഞ്ഞു, അമ്മ ആര് വന്നു? KP വന്നു. അപ്പോൾ ഉടനെ അമ്മച്ച, ഇതാണോ KP യോഹന്നാൻ? അപ്പൊ എനിക്ക് അന്നേരം മനസ്സിലായി, അമ്മച്ചി പ്രതീക്ഷിച്ച KP യോഹന്നാൻ ഇതൊന്നും അല്ല, അല്ലെ? രാവിലെ പ്രഭാതത്തിൽ റേഡിയോ ഓൺ ചെയ്ത് വെക്കുമ്പോൾ സ്തോത്രം ആത്മീയ യാത്രയുടെ ശബ്ദവും ആ ശബ്ദത്തിലൂടെ വരുന്ന ഇതുമൊക്കെ കണ്ടപ്പോൾ അമ്മച്ചി KP യോഹന്നാന് എന്ത് കൊടുത്തു? ഒരു ഇത് കൊടുത്തിരുന്നു. പക്ഷെ അതുപോലെ ഒരാളല്ല അമ്മച്ചി എന്ത് ചെയ്തത്, കണ്ടത്. എന്ന് പറഞ്ഞ പോലെ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടാല് എന്ത് ചെയ്യാൻ പറ്റും? വിശ്വസിക്കാൻ പറ്റും. ഒരു ആമേൻ പറ. നിങ്ങൾക്ക് അങ്ങനെ കാണണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം നിങ്ങളെ കാണിക്കും. ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ ദൈവം മരിച്ച ദൈവമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആമേ. നിങ്ങൾ മനസ്സുരുക്കി ഇന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം അത് തരും. നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ദൈവം ചിലത് ഇന്ന് രാത്രി ചെയ്തെന്നിരിക്കും. ഒരു പക്ഷെ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം നീട്ടാൻ ദൈവം വിശ്വസ്തനാണ്.
ആമേൻ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞ ഒരു ചെറിയ സാക്ഷ്യമുണ്ട്. എൻ്റെ സൗഖ്യമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു സാക്ഷ്യമാണ്. എനിക്ക് കുറെ കൂടി ഞാൻ ഇന്ന് അകലം വിട്ട് നിഗമിക്കാൻ എന്ന പാട്ടൊക്കെ പാടിയപ്പോൾ ഞാൻ ഇങ്ങനെ വാവിട്ട് കരയായിരുന്നു. എന്നാണെന്നറിയോ, ഈ ദൈവത്തെ നമ്മൾ ഓരോ നിമിഷം അനുഭവിച്ചറിയുമ്പോൾ നമുക്ക് വിട്ടുമാറാനൊക്കത്തില്ല ദൈവമക്കളെ. നമ്മളിലുള്ള കൊച്ചു കൊച്ചു സ്വഭാവങ്ങൾ, പാപ സ്വഭാവങ്ങൾ പോലും ദൈവം നമ്മെ നടത്തുന്ന വിധം ഓർക്കുമ്പോൾ നമ്മളെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞ് തമ്പുരാൻ അങ്ങ് കീഴ് കെട്ടിപ്പിടിക്കും. ഞാൻ കഴിഞ്ഞ 3 ആഴ്ചകളിൽ UK കൺവെൻഷന് വേണ്ടി പോയിരിക്കുകയായിരുന്നു. തുടർമാനം അവിടെ മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് ലിവർപൂളിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോരാൻ നിൽക്കുമ്പോൾ എന്നെ കൊണ്ടുപോയി ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ദേവദാസനെ, ലിവർപൂളിൽ വെച്ച് ഒരു ഭയങ്കര ക്രൂസൈഡ് നടക്കുകയാണ്. ഞാൻ ആരാ വരുന്നത്? ഇന്ന ദൈവദാസനാ വരുന്നേ. അയ്യോ, ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, പുള്ളി ഭയങ്കര ശക്തനായ മനുഷ്യനാ, ഭയങ്കര വചന ശുശ്രൂഷയാ, മാത്രമല്ല ഒത്തിരി മരിച്ചവരേക്ക് ഉയർപ്പിച്ച ഒരാളാ. ഞാൻ പറഞ്ഞു, പാഷ എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പുള്ളി പറഞ്ഞു, പാഷ ചുമ്മാ കളിക്കല്ലേ, ഇത്രയും 10,000-ലധികം ആളുകൾ കൂടുന്ന ഓഡിറ്റോറിയം, അതിനകത്ത് നേരത്തെ തന്നെ ലീഡേഴ്സ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇപ്പൊ ചെന്ന് കയറിയാൽ നടക്കത്തില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് ആ മീറ്റിങ്ങിൽ ഒന്ന് പങ്കെടുത്താൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണ് പങ്കെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഈ ഏറ്റവും ബാക്ക് ഡോർ ഉണ്ടല്ലോ, ഈ ഡോറ് തുറക്കുന്നതിൻ്റെ സൈഡിൽ അവിടുത്തെ വാളണ്ടിയേഴ്സ് ഇട്ടിരുന്നൊരു കസേരയുണ്ട്. എനിക്ക് ആ കസേര കിട്ടി. ഞാനപ്പോൾ ഏറ്റവും പുറകിലിരുന്നു. അപ്പം എൻ്റെ വൈഫ് എൻ്റെ കൂടെയുണ്ട്, എന്നെ കൊണ്ടുപോയ 2 ദൈവദാസന്മാരുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, ഈ മനുഷ്യനെ കൊണ്ടൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ എന്നെ കൊണ്ടുപോയ മനോജ് പാസ്റ്റർ പറഞ്ഞു, കയറ്റിയതും പോരാ, ഇപ്പോൾ ഇതാണ് പാസ്റ്റർമാരുടെ ഒരു വിഷയം, ഇത്ര നേരം കയറിയാൽ മതിയായിരുന്നു, ഇപ്പൊ കയറിയപ്പോൾ പുള്ളി പറയുന്നത് കൈവച്ച്, എൻ്റെ പൊന്നു പാസ്റ്ററെ അങ്ങോട്ട് ചെല്ലല്ലേ, ഇടി കൊള്ളും, അതുകൊണ്ട് ആ ചിന്തയെ വേണ്ട, അങ്ങനെയൊന്നും പുള്ളി പ്രാർത്ഥിക്കത്തില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ടേ ഈ മനോജ് പാസ്റ്ററോട് പറഞ്ഞേ, മനോജ് പാസ്റ്റേ, ഈ പുള്ളി സേവിക്കുന്ന ദൈവം തന്നെയല്ലേ എൻ്റെ ദൈവം? പുള്ളി ആരാധിക്കുന്ന ദൈവം എൻ്റെ ദൈവവും ഒരു ദൈവം തന്നെയാണ്. എനിക്കൊരു അപ്പനുണ്ടെന്നേ. അതുകൊണ്ട് മനോജ് പാസ്റ്റർ കണ്ടോ, ഞാൻ ഈ പാസ്റ്ററെ, നിങ്ങൾ വേറൊരിടത്തും പോയി പറയല്ലേ, ഞാൻ ഈ പാസ്റ്ററെ ബന്ധിക്കാൻ പോയാന്ന് പറഞ്ഞു. അപ്പോ മനോജ് പാസ്റ്റർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പുള്ളി അവിടെ നിന്ന് അനേകരുടെ ബന്ധനം അടിക്കുമ്പോൾ പാസ്റ്റർ പുള്ളിയെ ബന്ധിക്കുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പുള്ളിയെ ബന്ധിക്കുന്നത് റോങ് ആയിട്ടൊന്നുമല്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഈ സ്റ്റേജ് എന്ന് ഇറങ്ങരുത്, ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എൻ്റെ വൈഫ് ഈ ഇട്ടിരുന്ന ഷാൾ ഇങ്ങനെ മുന്നോട്ട് വലിച്ചിട്ട് അവൾ കുടുകൂടാ ചിരിച്ചു. അങ്ങനെയാണല്ലോ, കുടുകൂടാ ചിരിച്ചു. അടുത്ത് ഇന്ന് പാസ്റ്റർമാർ 2 പേരും ചിരിച്ചു. ഞാൻ മൈൻഡാൻ പോയില്ല. പുള്ളിക്ക് നല്ല പ്രസംഗമാണ്, ഞാൻ പ്രസംഗം ഒന്നും കേട്ടില്ല. ഞാൻ ആ മുമ്പിലത്തെ കസേരയിട്ട് തല വെച്ചിട്ട്, കർത്താവേ, എനിക്കിന്ന് ഒരു കാര്യം അറിയണം, ഞാൻ നിന്റെ ദാസനാണെന്ന് ഇന്ന് ഒരു പ്രാവശ്യം അങ്ങ് വെളിപ്പെടുത്തണം. ഇതെല്ലാം കഴിഞ്ഞ്, പ്രസംഗമെല്ലാം കഴിഞ്ഞ് പുള്ളി രോഗികൾക്ക് വേണ്ടി സ്പോട്ടിലൊക്കെ കണ്ണ് പോലും, എന്ന് വെച്ചാൽ ജനിച്ചിട്ട് 12 വയസ്സായിട്ട് കണ്ണ് പോലും ഇല്ല, കണ്ണിന്റെ കുഴി പോലും ഇല്ല, മുഴുവൻ പാട് അടഞ്ഞിരിക്കുക, അതൊക്കെ പ്രാർത്ഥിച്ച് സ്പോട്ടിൽ കണ്ണങ്ങ് ഉണ്ടായി വരികയാണ്. അതുപോലെ മിറക്കിളാ. ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മളിതെല്ലാം കണ്ട് ടി വിയിലൂടെ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് കണ്ടങ്ങ് അത്ഭുതപ്പെട്ടിരിക്കുക. പുള്ളി പറഞ്ഞു, ഓക്കെ, ഇന്നത്തെ മീറ്റിംഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു, വൈകിട്ടത്തെ മീറ്റിംഗിൽ നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ മനോജ് പാസ്റ്ററിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പോട്ടെ കേട്ടോ. നമ്മൾ കുത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, മലയാളി മാത്രമേ ചെയ്യത്തുള്ള പരിപാടി. എന്നോട് പറഞ്ഞു, പോട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞു, ഓക്കെ. പുള്ളി അങ്ങ് ഇറങ്ങി അടുത്ത സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെ നിന്നു, തിരിച്ചു വന്നു, മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ദാ നിൽക്കുന്ന ദൈവദാസൻ കൺഫോർമേഡ്. പുള്ളി വിളിച്ചു പറഞ്ഞു, ആ നിൽക്കുന്ന ദൈവദാസന്റെ തലക്ക് മീതെ ആമേൻ ഒരു വലിയ തൂൺ, ഒരു ഗ്ലോറിയുടെ തൂണ് ഇറങ്ങി നിൽക്കുന്നു, നീ ഓടിവാ. ഞാൻ ഓടിയ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയും ഈ പാസ്റ്റർമാരും ഓടി. അതെല്ലാം വീഡിയോ കവർ ചെയ്തിട്ടുണ്ട്.
ഓടി വരാൻ പറഞ്ഞു. ഓടി വന്നു. പുള്ളി കൈവച്ചത് ഞാൻ തെറിച്ച് താഴെ വീണു. ഞാൻ അവിടെ കിടന്ന് പെട്ടക്കാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിലേക്ക് 60 കിലോത്തിൻ്റെ, അത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം, ഒരു 60 കിലോത്തിൻ്റെ 50 ചാക്ക് എടുത്തിട്ടാൽ അതുപോലെ ഒരു അഭിഷേകം എൻ്റെ മേലിൽ ഇറങ്ങി വന്നു. ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ സംഘാടകരോട് പറഞ്ഞു, ശ്രദ്ധിക്കുക, ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ അവനെ ഫ്രണ്ട് ട്രോയിൽ ഇരുത്തണം. ഈ യുഗത്തിൽ, ഈ നൂറ്റാണ്ടിൽ ഒരു അപ്പോസ്തലിക ഉണർവിന് വേണ്ടി ദൈവം അവനെ അഭിഷേകം ചെയ്യുന്നു. ആമേൻ. പ്രസാദ് പക്ഷേ അടുത്ത സെക്ഷൻ ഞാൻ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവിടുത്തെ സംഘാടകർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് സീറ്റ് എനിക്ക് വേണ്ടി അവർ മാറ്റിയിട്ടിരിക്കുന്നു. എന്നെ അവിടെ കൊണ്ടുപോയിരുത്തി. എൻ്റെ കൂടെ എൻ്റെ വൈഫ് വന്നിരുന്നു, മനോജ് ബാഷ് വന്നിരുന്നു. ആ മീറ്റിംഗ് ഒടുവിൽ സ്പെഷ്യലായി താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ. നോക്കുക, ആയിരങ്ങൾ ദൈവത്തിന് വിഷയമല്ല, നീ തൊടാൻ പ്രാർത്ഥിച്ച ദൈവം നിന്നെ തൊടും. ആമേൻ. ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് വഹിക്കുന്നുണ്ട്. വിശ്വസിക്കാൻ കഴിയുന്ന ദൈവജന കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. ഒരു അസാധാരണ ദൈവ പ്രവൃത്തിയാക്കി ഈ 5 ദിവസത്തെ ദൈവം മാറ്റട്ടെ. നിങ്ങൾ എന്ത് വിശ്വസിച്ചുകൊണ്ടാണോ ഈ മീറ്റിംഗ് ക്രമീകരിക്കപ്പെട്ടത്? ആമേൻ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവട്ട വലിപ്പ ഇന്ന് രാത്രി അനുഭവിച്ചറിയുന്ന ദൈവജന കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചേ. വിശ്വസിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി എന്റെ തമ്പുരാൻ ഇന്ന് രാത്രി നിൽക്കുന്ന രാത്രിയാണ്. വിശ്വസിക്കുന്ന ആർക്കോ വേണ്ടി ഇന്ന് രാത്രി തൊടുന്ന രാത്രിയാണ്. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തല മുതൽ പാദം വരെ ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി നിങ്ങൾ അനുഭവിക്കാൻ പോകുക. എന്നെ അഭിഷേകം ചെയ്ത ദൈവ, എന്നെ നിറച്ചവനായ ദൈവ, ഈ രാത്രി വേളയിൽ അതിശക്തമായ ഒരു അഭിഷേകത്തിന്റെ ഒരു വലിയ പകർച്ച അതിർവരമ്പുകൾ മാറട്ടെ, അതിർവരമ്പുകൾ മാറട്ടെ. ദൈവസഭയ്ക്കെതിരെ, ദൈവിക കുടുംബങ്ങൾക്കെതിരെ ഇത്രത്തോളം മതി. ഇതിനകത്തേക്ക് ജനം കയറരുത്, സ്നാനങ്ങൾ നടക്കരുത്, ജീവിതങ്ങൾ വിടുവിക്കപ്പെടരുത്. എവിടേക്കോ ശത്രു കെട്ടിവെച്ചത് ദൈവജനം ആരാധിക്കുമ്പോൾ, അവൻ ഒരുമിച്ച് അർപ്പിടുമ്പോൾ ഇന്ന് രാത്രി അത് പൊട്ടിമാറാൻ പോകുക. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ച്, കരമടിക്കാൻ കഴിയുന്നവർ ആത്മാവിൽ ആരാധിച്ചോ. ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം ദൈവം ഇന്ന് രാത്രി അത് ചെയ്യട്ടെ. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ആമേൻ. ഒരടയാളം നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ദൈവം ഇന്ന് രാത്രിയിലും അത്ഭുതത്തിന്റെ കരം ദൈവം നീട്ടിയിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്താണ് ക്രൂസ്? ക്രൂസ് എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം വലിയ ആമേൻ വിടുതലിന്റെ പ്രതിദാനമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആമേൻ. ക്രൂസിന്റെ സാധ്യത അനുഭവിക്കാത്ത ഒരൊറ്റ മനുഷ്യൻ ഈ ഉലകത്തിലില്ല. ക്രൂസിന്റെ സാധ്യത അനുഭവിക്കാത്ത ഒരൊറ്റ മനുഷ്യൻ ഈ ഭൂലോകത്തില്ല. പണ്ടൊരിക്കൽ ഞാനിത് പ്രസംഗിച്ചിരുന്നപ്പോൾ ഒരു മനുഷ്യൻ ചാടി എഴുന്നേറ്റിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് തിരുത്തണം. ഞാൻ ചെന്നാ തിരുത്തണ്ടേ? ക്രൂസിന്റെ സാധ്യത ഞങ്ങളുടെ വീട്ടിലില്ല. കാരണം ഞാനൊരു ഹൈന്ദവനായ മനുഷ്യനാണ്. എൻ്റെ വീട്ടിൽ ക്രൂസില്ല, ക്രൂസിന്റെ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു, ചേട്ടന് ഇത് ഏറ്റുപറ്റിപ്പോയി. ഞാൻ പറഞ്ഞ ഭാഗം ചേട്ടൻ ശ്രദ്ധിക്കണം. ക്രൂസിന്റെ സാധ്യത അനുഭവിക്കാത്തൊരൊറ്റ വീടില്ല. ചേട്ടന് വീട്ടിൽ കലണ്ടർ ഉണ്ടോ? ഉണ്ട്. ആമേൻ. കലണ്ടർ ഉണ്ടല്ലോ? ഉണ്ട്. ഫാൻ ഇടുമ്പോൾ ആ കലണ്ടർ ആടുന്നുണ്ടോ? ഉണ്ട്. ആടുന്നെങ്കിൽ ആ ആടുന്ന കൂട്ടത്തെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, BC എന്നും AD എന്നും. ക്രിസ്തുവിന് മുൻപും അതവിടെ ഉണ്ടെങ്കിൽ ആ സാന്നിധ്യം അവിടെയുണ്ട്. ആമേൻ. അത് തെളിയിച്ച കാര്യമാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ക്രൂസിന്റെ സാന്നിധ്യം അനുഭവിക്കാത്ത ഒരു ഇടവും ഇല്ല ദൈവമക്കളെ. ഒരു യുദ്ധഭൂമിയിലേക്ക് ചെന്നാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും ഒരു റെഡ് ക്രോസ്, അല്ലേ? അവിടെ കാണാം. അവൻ ഒരു ആപത്തുണ്ടായാൽ ഓടി വരുന്ന ആംബുലൻസിൽ കാണും ഒരു ക്രോസിന്റെ ചിഹ്നം. അവൻ ക്രൂസ് എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ചിഹ്നമാണ്. എന്നാൽ യേശു കർത്താവ് ക്രൂസിൽ കയറുന്നത് വരെ അത് സമാധാനത്തിന്റെ ചിഹ്നമല്ലായിരുന്നു. യേശു കർത്താവ് ക്രൂസിൽ കൈവിരിച്ച് കാലുകൾ ആണിയടിക്ക
സ്ഥാപിക്കപ്പെടുന്നത് വരെ അത് സമാധാനത്തിന്റെ ചിഹ്നമല്ലായിരുന്നു. അവൻ ക്രൂശ് അവൻ പാപികളെ കൊണ്ടുപോയി, ക്രൂശ് അധമരെ കൊണ്ടുപോയി, ക്രൂശ് അവൻ എല്ലാവരും വെറുക്കപ്പെട്ടവരെ കൊണ്ടുപോയി തൂക്കുന്നതായിരുന്നു ക്രൂശെങ്കിൽ, എന്റെ യേശു അപ്പച്ചൻ ക്രൂശിൽ കയറിയതോടെ ആ ക്രൂശ് എനിക്കും നിനക്കും അനുഗ്രഹത്തിന് കാരണമായി. ഇന്ന് രാത്രിയിലും ആ ക്രൂശിനെ ഉയർത്തുമ്പോൾ ഒരു അത്ഭുതത്തിന് കരം ഇതിനകത്ത് ചലിക്കട്ടെ. കരം ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? അവൻ അതുകൊണ്ട് ഞാൻ ആത്മാവിൽ ഓടിച്ചെന്ന് പറയട്ടെ, എന്താണ് ക്രൂശ് എന്ന് നിങ്ങൾ അറിയണം. ഒന്ന്, കർമ്മമാർഗത്തിൽ നിന്ന് വിശ്വാസ മാർഗത്തിലേക്ക് എന്നെയും നിങ്ങളെയും കൊണ്ടുവന്നത് യേശു കർത്താവിന്റെ ക്രൂശാണ്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? കർമ്മമാർഗത്തിൽ നിന്ന് വിശ്വാസ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് യേശുവിന്റെ ക്രൂശാണ്. അവിശ്വാസിയും വിശ്വാസിയും തമ്മിൽ വേർതിരിച്ചത് യേശു കർത്താവിന്റെ ക്രൂശാണ്. ഒരു ആമേൻ എന്ന് പറഞ്ഞേ. AD എന്നും BC എന്നും രണ്ടായി തരം തിരിച്ചത് യേശു കർത്താവിന്റെ ക്രൂശാണ്. അവിശ്വാസിയെന്നും വിശ്വാസിയെന്നും രണ്ടായി തരം തിരിച്ചത് യേശു കർത്താവിന്റെ ക്രൂശാണ്. എന്നാൽ ഒടുവിലായിട്ട് ഞാൻ ഇങ്ങനെ പറയാ, ശത്രുവിന്റെ തലയെ തകർത്തതും യേശു കമ്പുരാന്റെ ക്രൂശാണ്. അവൻ എനിക്കും നിനക്കും ജീവന്റെ പുതുവഴി തുറന്ന് തന്നത് യേശു തമ്പുരാന്റെ ക്രൂശാണ്. ഇന്ന് രാത്രി വെക്കുമെങ്കിൽ സർവശക്തിയും എടുത്ത് ആ ക്രൂശിനെ ഉയർത്തുന്ന രീതിയിൽ ഒന്ന് ആരാധിക്കാൻ തയ്യാറായിക്കോ. ബലമുള്ള ദൈവജനം ബലത്തോടെ കരമടിക്കാൻ കഴിയുന്നവർ കരമടിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് വിളിച്ചു പറ, യേശുവിന്റെ ക്രൂശ് എനിക്കൊരു അനുഗ്രഹമാണ്. ദൈവമക്കളെ, ലോകരാജ്യങ്ങളുടെ നടുവിലല്ലേ ഈ ക്രൂസ് ഉയർന്നത്? ലോകരാജ്യത്തിന്റെ നടുവിലല്ലേ, ലോകരാജ്യങ്ങളുടെ നെറുകയിലല്ലേ ഈ ക്രൂസ് ഉയർത്തപ്പെട്ടത്? ഇന്ന് രാത്രി വേളയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാനോ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ട സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി വേളയിൽ നാം ഈ ക്രൂശിനെ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ചലിച്ചിറങ്ങട്ടെ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ വേഗത്തിൽ ആ ഭാഗം പറഞ്ഞ് സമയത്തിന് എനിക്ക് നിർത്തേണ്ടതായിട്ടുകൊണ്ട് ഞാൻ ഓടിച്ചങ്ങ് പോകുകയാണ്. ദൈവമക്കളെ, എന്താണ് ക്രൂശിന്റെ സാധ്യത എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ക്രൂശിന്റെ സാധ്യത എന്താണ്? വേഗത്തിൽ ആദ്യം ഒരു വാക്യം നമുക്ക് വേഗത്തിൽ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 23 അതിന്റെ 12 വാക്യം കുറിച്ചെടുക്കേണ്ടവർ ഒരിക്കൽ കൂടി പറയുന്നു. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 23 12 വാക്യം. അന്നോ ഹെരോദാവും പീലാത്തോസും തമ്മിൽ ആരായിരുന്നു? സ്നേഹിതന്മാരായിത്തീർന്നു. മുമ്പേ അവർ തമ്മിൽ എന്തായിരുന്നു? വൈരമായിരുന്നു. എന്താണ് ക്രൂശിന്റെ ഒന്നാമത്തെ സാധ്യതയെന്ന് ഈ ഒന്നാമത്തെ ദിവസം ഞാൻ നിങ്ങളോട് പറയുന്നു. ക്രൂശിന്റെ ഒന്നാമത്തെ സാധ്യത എന്താന്ന് ചോദിച്ചാൽ, മുമ്പേ വൈരമായിരുന്നവർ തമ്മിൽ, മുമ്പേ പിണങ്ങിയിരുന്നവർ തമ്മിൽ, മുമ്പേ മിണ്ടാതിരുന്നവർ തമ്മിൽ, മുമ്പേ അടികൂടിയിരുന്നവർ തമ്മിൽ ക്രൂശ് വെളിപ്പെടുമ്പോൾ ഒരുമിച്ച് രമ്യപ്പെടുന്നതാണ് ക്രൂശിന്റെ ഒന്നാമത്തെ സാധ്യത. ആമേൻ. ഒരിക്കലും കൈയടിച്ച് മറന്നു പോവല്ലേ. ഒന്നുകൂടി ഞാൻ എടുത്തു പറയുന്നു. ക്രൂശിന്റെ ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത്, എവിടെയാണോ പിണങ്ങിയിരിക്കുന്നത്, എവിടെയാണോ വഴക്കിട്ടിരിക്കുന്നത്, എവിടെയാണോ മിണ്ടാതിരിക്കുന്നത്, എവിടെയാണോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൃദയത്തിന്റെ അകത്ത് ഭാരത്തോടും വേദനയോട് അല്ലെങ്കിൽ അവൻ അകന്ന ബന്ധങ്ങളായിരിക്കുന്നു, അതിന്റെ നടുവിൽ ക്രൂശ് വെളിപ്പെട്ടാൽ ഒരു കാര്യം ചിന്തിച്ചേക്കണം, സകല വൈര്യവും ഇന്ന് നീ അവിടെ തകർത്ത് മാറ്റിയേക്കണം. സകല പിണക്കവും മാറുന്നതാണ് ക്രൂശിന്റെ സാധ്യത. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. യേശുവിന്റെ ക്രൂശിനെ കണ്ടവന് പിണങ്ങിയിരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ ക്രൂശിനെ കണ്ടവന് വഴക്കിട്ടിരിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ ക്രൂശിനെ കണ്ടവന് അവൻ ക്ഷമിക്കാതിരിക്കാൻ കഴിയത്തില്ല. ആമേൻ. നിങ്ങൾ രണ്ട് വ്യക്തികളെ നിങ്ങൾ അവിടെ കാണുന്നുണ്ട്. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി. ആരാണ് ഹെരോദാവ്, ആരാണ് പീലാത്തോസ്? ഒറ്റ വാക്യം പറയാം കേട്ടോ. രണ്ടുപേരും റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. അവിടെ രണ്ടുപേരുടെയും കയ്യിൽ കിടക്കുന്ന സീല് വെക്കുന്ന മോതിരം കൈസരുടെ മുഖം പതിച്ച മോതിരമാണ്. അവർ മേടിക്കുന്ന കറൻസി റോമൻ കറൻസിയാണ്. അവർ പ്രതിദാനം ചെയ്യുന്നത്
റോമൻ സാമ്രാജ്യത്തെയാണ്. പക്ഷേ ഒരൊറ്റ ദിവസത്തെ പ്രവൃത്തി നിമിത്തം ഒരേ കസേരയിൽ ഇരിക്കുന്നവർ, ഒരേ ഭരണത്തിന്റെ കീഴിലിരിക്കുന്നവർ രണ്ടായി മാറി. എന്തുകൊണ്ട്? ഇവർ തമ്മിൽ വൈരമായി എന്ന് ചുരുക്കി പറയാം. ഒരിക്കൽ വടക്ക് ഹേരോദാവ് ഭരിക്കുന്നു, തെക്ക് യെരുശലേമിൽ ഗവർണറായ പീലാത്തോസ് ഭരിക്കുന്നു. പീലാത്തോസ് തെക്കും വടക്ക് ഹേരോദാവും ഭരിക്കുന്നു. ഒരു ദിവസം ഹേരോദാവിന്റെ കുറെ പട്ടാളക്കാര് ഒരു പരിചയ പിടിച്ച് യെരുശലേമിലേക്ക് വന്നു. ആ പരിചയിൽ അവരാരാധിക്കുന്ന അന്യ ദൈവങ്ങളുടെ ചിഹ്നമുണ്ടായിരുന്നു, അന്യ ദൈവങ്ങളുടെ ഫോട്ടോ പതിച്ചിരുന്നു. അന്യ ദൈവങ്ങളുടെ രൂപം കൊത്തിയ പരിചയം കൊണ്ട് യെരുശലേമിൽ വന്ന്, യെരുശലേം ദൈവാലയമുള്ളിടത്ത് വന്ന് ഇവർ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ യഹൂദന്മാർക്ക് വിഗ്രഹാരാധനയോട് ചേർന്നുള്ള പ്രവർത്തികളും ഇഷ്ടമല്ലാത്തത് കൊണ്ട് യഹൂദന്മാർ ഇതിനെ കയറി എതിർത്ത സമയത്ത് ഹേരോദാവിന്റെ പട്ടാളക്കാരും യഹൂദന്മാരും തമ്മിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പീലാത്തോസ് എന്ത് ചെയ്തെന്നറിയാമോ? പീലാത്തോസിന്റെ പട്ടാളത്തെ ഇറക്കി ഹേരോദാവിന്റെ പട്ടാളക്കാരെ കൊന്നു. ആ കൂട്ടത്തിൽ വലിയ കലഹമുണ്ടാകുന്ന സമയത്ത് യഹൂദന്മാർ കുറെ പേര് ഓടി പ്രാണരക്ഷാർത്ഥം ദൈവാലയത്തിനകത്ത് കയറി. ദൈവാലയത്തിനകത്ത് കയറിയവരെ പീലാത്തോസിന്റെ പട്ടാളക്കാര് ആലയത്തിനകത്തിട്ട് വെട്ടി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, പീലാത്തോസ് ചിലരുടെ രക്തം വഴിപാടിൽ കലക്കി, വഴിപാട് യാഗത്തിനകത്ത് കലക്കി. ഈ ഒറ്റ കാരണത്താൽ ഹേരോദാവിന്റെ പീലാത്തോസിന്റെ പട്ടാളക്കാർ കൊന്നത് നിമിത്തം ഇവർ ഒരു രാജ്യത്തിലാണെങ്കിലും തമ്മിൽ ഐക്യതയില്ലാതെ രണ്ടും ഭയങ്കര പിണക്കമായി. ഒരുമിച്ചൊരു മേശയിൽ ഇരിക്കത്തില്ല, ഒരുമിച്ചൊരു മേശയുടെ കീഴിൽ വരത്തില്ല, ഒരുമിച്ചൊരു മീറ്റിംഗിൽ പങ്കെടുക്കത്തില്ല. ഇന്നത്തെ പെന്തക്കോസ്തുകാരെ പോലെ. അതാ സത്യം. ആമേൻ, സ്തോത്രം. ഒരു സംശയം പോലെ സ്തോത്രം. ചിലരോട് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഈ പ്രൈവറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ എയർപോർട്ടിലൊക്കെ വെച്ച് ആരെങ്കിലും ഒരു പാസ്റ്റർ കണ്ടു കഴിയുമ്പോൾ നമ്മൾ കൈ കൊടുക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് ഏതാ ചർച്ച എന്നാ. സ്തോത്രം. IPC എന്ന് പറഞ്ഞാൽ ഇത്തിരി ചിരി കൂടും. ഇനി ന്യൂ ഇന്ത്യ എന്ന് പറയുമ്പോൾ അയ്യോ ന്യൂ ഇന്ത്യയോ, ഞാൻ ന്യൂ ഇന്ത്യക്കാരനാ, ന്യൂ ഇന്ത്യയൊക്കെ പുച്ഛമാണ്. സ്തോത്രം പറഞ്ഞേ, ന്യൂ ഇന്ത്യക്കാരനോ, ഇനി ചർച്ച കൂടണോ, ഇതാണോ. അങ്ങനെ ചർച്ചിന്റെ ലേബൽ നോക്കുന്ന അനുസരിച്ച് അല്ലലിയോ കൂടും, കൈ കൊടുക്കുന്ന കുലുക്ക് കൂടും. ഒരു സ്തോത്രം പറഞ്ഞേ, നമ്മൾ ആരും കുലുക്കിയില്ലേലും നമ്മൾ ദൈവസഭക്കകത്ത് വന്നവരാ. ഒരു അല്ലലിയോ എന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. എന്താണേലും ഇവർ തമ്മിൽ അങ്ങ് വൈരമായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ മശികയെ പിടിക്കാൻ ഗദസമന തോട്ടത്തിലേക്ക് അവർ ചെല്ലുന്നത്. ഗദസമന തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ യഹൂദന്മാരും റോമക്കാരും തമ്മിൽ പിടിക്കുന്നു. ശ്രദ്ധിക്കണമേ, യെരുശലേം റോമൻ ഗവർണറായ പീലാത്തോസിന്റെ കൽത്തളവും ഗദസമന തോട്ടവും തമ്മിൽ ഏകദേശം 14 കിലോമീറ്റർ ദൂരമുണ്ട്. ഗദസമന കിഴക്കും ഗവർണറിന്റെ പീലാത്തോസിന്റെ അരമന പടിഞ്ഞാറുമാണ്. അവര് ഗദസമന തോട്ടത്തിൽ നിന്നും യേശുവിനെ പിടിച്ച നിമിഷം മുതൽ അടി ആരംഭിച്ചു. അവിടെ നടിച്ചു വലിച്ചിഴച്ച് കഴുത്തിലൂടെ റിങ്ങിട്ട് ബാക്കിലൂടെ ചങ്ങലയിട്ട് വലിച്ച് പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എപ്പോഴാ കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാമോ? അർദ്ധരാത്രിക്ക് ശേഷമാണ് പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. പാതിര കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അർദ്ധരാത്രി കഴിഞ്ഞ് യേശുവിനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് കഥകൾ കൊട്ടി രാത്രി പീലാത്തോസിനെ അവർ വിളിച്ചു. എന്തിനാ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ, റോമക്കാർക്ക് കല്ലെറിഞ്ഞു കൊല്ലാനുള്ള നിയമമുണ്ടായിരുന്നു. എന്നാൽ റോമക്കാര് യെരുശലേം അടക്കി ഭരിക്കുന്ന സമയത്ത് യഹൂദന്മാർക്ക് കൊല്ലാനുള്ള അധികാരം അങ്ങ് എടുത്തു കളഞ്ഞു. ഒന്നുകൂടി പറയാം, യഹൂദന്മാർക്ക് ഒരാളെ കല്ലെറിഞ്ഞു കൊല്ലാൻ അധികാരമുണ്ടായിരുന്നു. എന്നാൽ റോമക്കാര് യെരുശലേം ഭരണം ആരംഭിച്ചപ്പോൾ യഹൂദന്മാർക്ക് കൊല്ലാനുള്ള അധികാരം റോമക്കാരെന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. അത് തിരിച്ച് അവർക്ക് കിട്ടുന്നത് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് തൊട്ടു മുൻപാണ്. സ്വതന്ത്രം.
അതില്ലായിരുന്നെങ്കിൽ അവർ സ്തെഫാനോസിനെ കല്ലെറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് യേശുവിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഇവർക്ക് അധികാരമില്ലാത്തത് കൊണ്ട് ആ വെളുപ്പിന്, ആ അർദ്ധരാത്രി സമയത്ത് യേശുവിനെ പിലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പിലാത്തോസ് ചോദിച്ചു, ഇവൻ ആരാണ്? അവൻ വിവരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു, ഇവൻ ഗലീലക്കാരനാണ്. ഗലീലക്കാരൻ എന്ന് കേട്ട ഉടനെ പിലാത്തോസ് അല്പം വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഒന്നാമത് ഗലീലയും പ്രവശിയും ഹേരോദാവിന്റെ അധീനതയിലാണ്. അതുകൊണ്ട് ഒരു ഗലീലക്കാരനെ ഞാൻ ഇവിടെ വിചാരണ നടത്തിയാൽ കൂനുമ കുരുപോലെയാകും. ഒന്നേ ഞങ്ങൾ വഴക്കിട്ടിരിക്കുകയാണ്, രണ്ടാമത് ഇവനെ കൂടി ഞാൻ വിധിച്ചെന്നറിഞ്ഞാൽ, പിന്നീട് ഇവൻ ഗലീലക്കാരനെന്നറിഞ്ഞാൽ ഹേരോദാവിനോട് ഇനിയും വഴക്കുണ്ടാക്കും. അതുകൊണ്ട് അവൻ പീലാത്തോസ് കാര്യം ചെയ്തു. പ്രസാദ പക്ഷേ അന്ന് രാത്രി ഒരു പേപ്പർ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പീലാത്തോസ് ഇങ്ങനെ എഴുതി, എന്റെ പ്രിയപ്പെട്ടവനായ ഹേരോദാവ് അറിയേണ്ടതിന്. കുറെ നാളുകൾക്ക് ശേഷം ആദ്യമായി വഴക്കിട്ടിരുന്നവൻ അങ്ങോട്ടൊരു ലെറ്റർ എഴുതി. ഒന്നാമത്തെ പദം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ അവൻ ഹേരോദാവ് അറിയേണ്ടതിന്. അവൻ ഇതാ ഗലീലക്കാരനായ ഒരു യേശുവിനെ ഇന്ന് അവൻ ഈ രാത്രി ഞാൻ നിന്റെ അടുക്കിലേക്ക് വിടുന്നു. ഇവനെ ക്രൂശിക്കാനും വിട്ടയക്കാനും അങ്ങേക്ക് അധികാരമുണ്ട്. അതുകൊണ്ട് ഞാനിതാ നിങ്ങളുടെ അടുക്കിലേക്ക് വിടുകയാണ്. ഈ കത്തും കൊണ്ട് അവൻ പീലാത്തോസിന്റെ അരമനയിൽ നിന്നും നടത്തി ഏകദേശം 20 കിലോമീറ്റർ വഴിയിലൂടെ എഴച്ച് അവർ ഹേരോദാവിന്റെ അടുക്കലെത്തി. നിങ്ങൾ വായിക്കുന്ന ക്രൂശ് മരണവും പീഡാനുഭവം ചെറുതല്ല എന്ന് ഞാൻ ഒറ്റ വാക്കി തെളിയിക്കാം. 14 കിലോമീറ്റർ ഗതസമനയിൽ നിന്നും വലിച്ചിഴച്ച് പീലാത്തോസിന്റെ കൽത്തളത്തിൽ കൊണ്ടുവന്ന യേശുവിനെ അവിടെ വെളുപ്പങ്കാലത്ത് ഏകദേശം 20 കിലോമീറ്റർ താഴെയുള്ള ഹേരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് അവർ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കൂസ എന്ന് പറയുന്ന ഹേരോദാവിന്റെ സഹമന്ത്രിയായ, സ്നേഹിതനായ, തന്റെ വിശ്വസ്തനായ കൂസയുടെ ഭാര്യ, അവൻ രഹസ്യത്തിൽ രക്ഷിക്കപ്പെട്ടൊരു സ്ത്രീയാണ്. യേശുവിനെ ആരാധിക്കുന്ന ഒരു സ്ത്രീയാണ്. അവൾക്ക് യേശുവിനെ കുറിച്ച് ഭയങ്കര മതിപ്പാണ്. അവൾ കൊട്ടാരം മുഴുവൻ ഘോഷിച്ച് നടന്നു, ഒരു യേശുവുണ്ട്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നവനാണ്. അങ്ങനെ കൂസയുടെ ഭാര്യ ഹേരോദാവിന്റെ കൊട്ടാരം മുഴുവൻ യേശുവിനെ വാനോളം പുകഴ്ത്തിയത് കൊണ്ട് ഹേരോദാവിന്റെ അകത്തും ഒരു ആഗ്രഹം ഉണ്ടായി, യേശുവിനൊന്നും നേരിക്കാണാൻ. ആമേൻ. ഇത് ആഗ്രഹിച്ചിരുന്നവന് മുൻപിൽ കിട്ടിയ സന്തോഷത്താൽ ഹേരോദാവ് ഇങ്ങനെ സന്തോഷിച്ചിരുന്നു, ഇയാൾക്കും ഒരു അടയാളം കാണണം. അങ്ങനെ ഈ മനുഷ്യന്റെ വിചാരണയും നടത്തി. അവസാനം ഹേരോദാവിന് മനസ്സിലായി, അവൻ ഞാൻ കൈകാര്യം ചെയ്യേണ്ടവനല്ല, പീലാത്തോസ് കൈകാര്യം ചെയ്യേണ്ടവനാ. 14 കിലോമീറ്റർ ഗതസമനയിൽ നിന്നും പീലാത്തോസിന്റെ കൽത്തളത്തിലേക്ക്, പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് ഹേരോദാവിന്റെ കൂടാരത്തിലേക്ക് 20 കിലോമീറ്റർ താഴെ, അവിടെ നിന്ന് വീണ്ടും പീലാത്തോസിന്റെ കൽത്തളത്തിലേക്ക് അതേ ദൂരം വലിച്ചിഴച്ച് കൊണ്ടുവന്ന് നിർത്തി. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യേശുവിനെ ഇട്ട് ഉലച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതൊരു കാര്യം സംഭവിച്ചു. നാളുകളായി പിണങ്ങിയിരുന്ന ഇവരുടെ പിണക്കം അന്ന് രാത്രി മാറി. എത്ര പേർക്ക് മനസ്സിലായി എന്നറിയത്തില്ല. യേശുവിന്റെ തിരുസാന്നിധ്യം അവരുടെ നടുവിൽ വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈറ്റില്ലം പോലെ ഉറച്ചിരുന്ന വഴക്ക് അന്ന് രാത്രി വിട്ടുമാറി. ദൈവ പൈതലേ, ഞാനും നിങ്ങളും കണ്ട ക്രൂശ് യേശുവിന്റെ ക്രൂശാണെങ്കിൽ പിണങ്ങിയിരിക്കരുത് കേട്ടോ, ഇന്ന് വഴക്കിട്ടിരിക്കരുത് കേട്ടോ, ആരോടും ഹൃദയത്തിനകത്ത് കൈപ്പോടെ ഇരിക്കരുത് കേട്ടോ. നീ കണ്ട ക്രൂശ് യേശുവിന്റെ ക്രൂശാണെങ്കിൽ ഇന്ന് രാത്രി വേളയിൽ കൈപ്പുണ്ടാകയില്ല. നിങ്ങൾ അറിഞ്ഞ ക്രൂശ് യേശുവിന്റെ ക്രൂശാണെങ്കിൽ, ഞാൻ ഇന്ന് രാത്രി ഈ തുടക്കം ഇതൊന്ന് പ്രസംഗിച്ചിട്ട് അടുത്ത ദിവസമൊക്കെ നമുക്കൊന്ന് കയറി വരാം. അവൻ കയ്യടി നല്ലതാകട്ടോ, സ്തോത്രം നല്ലതാകട്ടോ, ആമൻ നല്ലതാകട്ടോ, അന്യഭാഷ നല്ലതാകട്ടോ. പക്ഷെ ഒറ്റ ദൂതിന്ന് രാത്രി പറയാ, നീ പറയുന്ന അന്യഭാഷ അത് ക്ലിയർ ആണെങ്കിൽ സ്വർഗം ഇന്ന് രാത്രി ചലിക്കോ. അവൻ ക്ഷമിക്കേണ്ടതുപോലെ ക്ഷമിക്കാൻ, പൊറുക്കേണ്ടതുപോലെ പൊറുക്കാൻ, അവൻ ഏറ്റുപറയേണ്ടതുപോലെ ഏറ്റുപറയാൻ ഇന്ന് രാത്രി കഴിഞ്ഞില്ല എങ്കിൽ ആരാധന
ആരാധന ദൈവസന്നിധിയിൽ എത്തുകയില്ല. ആമേൻ. ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ ഒരുപാട് സമയം ഈ സഭയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് ഈ മെസ്സേജിന് അത് കാരണമായതുകൊണ്ട് ഞാനൊന്ന് തൊട്ടുപിടിക്കുക കേട്ടോ. ആമേൻ. ഒരു തിരുവോണത്തിന്റെ അന്ന് ആമൻ ഉടുത്ത തുണിയെടുത്ത് കഴുത്തെ ചുറ്റിയിട്ട് അടിവസ്ത്രം മാത്രമിട്ട് നടുറോട്ടിൽ അടിക്കാവുന്നത്രയും കഞ്ചാവ് അടിച്ചു, കയ്യെ കുത്താവുന്നത്രയും ഇഞ്ചക്ഷനും കുത്തി, തലക്ക് ബോധക്കേടായി ആമൻ ഓടി വന്ന ബസ്സിനെ തടുത്തിട്ട് നടുറോട്ടിൽ കിടക്കുമ്പോ അവിടെ നിന്നാണ് കർത്താവിന്റെ ദാസൻ ജോഷിപ്പാസ് എന്നെ പൊക്കിയെടുത്തത്. സ്വതന്ത്രം ചെയ്യാമോ? ആമേൻ. തനിക്ക് മുമ്പേ വന്നൊരു ദൈവദാസന്റെ വീട്, ആമൻ ടാർഷിട്ടിട്ട വീട്, പനമ്പ് മേഞ്ഞ വീട്, രാത്രി 18 മാളി പടക്കവും 7 ലിറ്റർ പെട്രോളും അഴിച്ച് തീ കൊടുത്ത് കത്തിച്ച ആ ദൈവദാസന്റെ കുടുംബത്തെ കത്തിച്ച് ചാമ്പലാക്കിയ എന്നെ ദൈവം തൊട്ടത് കർത്താവിന്റെ അഭിഷിക്തനിലൂടെയാണ്. എന്നെ വൈകിട്ട് 4 മണിക്ക് വീട്ടിൽ കൊണ്ടുപോയി. ആമൻ. ദൈവമക്കള്, ഇന്ന് നിൽക്കുന്ന പരുവത്തിൽ ഒന്നുമല്ലായിരുന്നു ആമേൻ ഈ ബിജു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എന്നെ പോലെ ദേഷ്യമുള്ളൊരു മനുഷ്യൻ ഈ ലോകത്തില്ലായിരുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഞാൻ കൈപോക്കും, ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ഞാൻ അടിക്കുമായിരുന്നു. ആമൻ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ എൻ്റെ ശരീരത്തിൽ അത്രയും പിശാചുണ്ടായിരുന്നു, അത്രയും പിശാചുണ്ടായിരുന്നു. അവൻ ഇനി പോകുന്നവർക്ക് ഒരാൾ എന്നെ നോക്കി എന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് തുറിച്ച് നോക്കിയാൽ ഞാൻ പുറകെ എന്ന് എന്താടാ നീ എന്നെ നോക്കിയെന്ന് ചോദിച്ച് ഒന്നെങ്കിൽ അടി ഇങ്ങോട്ട് മേടിക്കും, അല്ല അടി അങ്ങോട്ട് കൊടുക്കും. അത്രയ്ക്ക് വെളിവ് കേട്ടതായിരുന്നു. കാരണം ഒന്നാമത് വിദ്യാഭ്യാസം ഇല്ല, 2 മുക്കുവനാ, അവൻ മീൻപിടുത്തക്കാരനാ. അവൻ ആ ഒരു അനുഭവത്തിലൂടെ മുന്നോട്ട് പോയി. എന്നാൽ ഒരു കാര്യം കേൾക്കണം കേട്ടോ, വീട്ടിൽ ചെന്ന് ഫാനിട്ട് തന്ന് സുഖമായി ഞാൻ കിടന്നുറങ്ങി. 8 മണിക്ക് ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച കർത്താവിന്റെ ദാസനും ദൈവദാസിയും കൂടി എന്റെ തലക്ക് പാകത്തിരുന്ന് വാവിട്ട് കരയുക. എടാ, ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരന് വേണ്ടി എന്തിനാ ഇവരിങ്ങനെ കരയുന്നത്? അന്ന് രാത്രി എനിക്ക് വേണ്ടി വാവിട്ട് കരഞ്ഞു. ഞാൻ കണ്ണുറക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഞാൻ അറിയാതെ ഞാൻ മരിച്ചുപോയോ? ഇവരെന്തിനാ എനിക്ക് വേണ്ടി കരയുന്നത്? പാസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നേ? ആ പാസ്റ്ററിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായി കേൾക്കുന്ന പ്രവചനമാണ്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ലോക രാജ്യങ്ങളിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. 1000ങ്ങളുടെ നടുവില് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ദൈവമക്കളെ, ഇന്ന് ആരെങ്കിലും ആദ്യമായിട്ട് ഈ മീറ്റിംഗ് കൂടാൻ വന്നെങ്കിൽ നിങ്ങളോടുള്ള ദൂതാകട്ടോ, ഈ കസേൽ ഇരിക്കുമ്പോൾ അറിയത്തില്ല ദൈവത്തിന് നിന്നെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാനുണ്ടെന്ന്. അസാധാരണമായ നിലയിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. ഒരു നിമിഷം മതി എന്റെ ദൈവത്തിന് നിന്നെ തൊടാൻ, നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ, നിന്റെ നിലവാരം മാറ്റിമറിക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അന്ന് രാത്രി ഈ അഭിഷിക്തം പ്രാർത്ഥിച്ചു. ഞാൻ ഇറങ്ങാൻ നേരത്തെ പാസ്റ്ററിനോട് പറഞ്ഞു, പ്ലീസ് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. എനിക്ക് പ്രാർത്ഥന ഇഷ്ടമല്ല, എനിക്ക് പ്രാർത്ഥനക്കാരെ ഇഷ്ടമല്ല. പാസ്റ്റർ പറഞ്ഞു, എന്നാലും ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് പ്രാർത്ഥിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നു, അടിച്ച് താഴെ വീണു, നിലത്തിറന്ന് എഴയാൻ തുടങ്ങി. പാസ്റ്ററിന് അവിടെ സോഫ സെറ്റ് ഉണ്ട്, അടിച്ച് ഞാൻ തെറിപ്പിച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് ദുർഭൂതങ്ങൾ ഇളകാൻ തുടങ്ങി. എത്ര എണ്ണത്തെ ഇറക്കുന്ന എനിക്കറിയത്തില്ല. എൻ്റെ ഈ വിരലുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, എവിടെയൊക്കെ മുറിവ, ഗ്ലാസുകൾ ഇടിച്ചു പൊട്ടിച്ചും. ഒരൊറ്റ ജനച്ചില്ല് എൻ്റെ വീടിനില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരൊറ്റ അലമാരിക്ക് ഗ്ലാസ് ഇല്ല. 5 പ്രാവശ്യം എൻ്റെ സ്വന്തം പിതാവിനെ കൈവെള്ളയിൽ കൊല്ലാൻ പിടിച്ചു. ഒരു പ്രാവശ്യം പൊക്കിയെടുത്ത് ചത്തെന്ന് പറഞ്ഞ് ബോധം കെട്ടു. അന്ന് ഞാൻ അപ്പം മരിച്ചത്തെന്ന് പറഞ്ഞ് നാട് വിട്ടു. രാജീവ് ഗാന്ധി മരിക്കുമ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ ഒളിവിലാണ്, അപ്പം ചത്തെന്ന് പറഞ്ഞ്. അത്രയും പിശാച് ഉപയോഗിച്ചു. എൻ്റെ ശരീരത്തിൽ നിന്ന് ദുരാത്മാക്കൾ ഇളകാൻ തുടങ്ങി. എല്ലാം എല്ലാം ഇറങ്ങിപ്പോയതിനു ശേഷം ഒടുവിൽ ഞാനൊരു ദർശനം കണ്ടു. യേശു കർത്താവിന്റെ ക്രൂശ്, യേശുവിന്റെ ക്രൂശ് ഞാൻ ലൈവായി കണ്ടു. അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു, വാവിട്ട് കരയാൻ തുടങ്ങി, ഉറക്കെ കരയാൻ തുടങ്ങി, യേശുവേ എന്ന് വിളിച്ചു കരയാൻ തുടങ്ങി. പാസ്റ്റർക്ക് രക്ഷാവാചകം ചൊല്ലി തന്നു. ഞാൻ അവിടുത്തെ രക്ഷാവാചകം ചൊല്ലി യേശുവിനെ സ്വീകരിച്ചു. ദൈവമക്കളെ, 1 മിനിറ്റ് പോലും ശേഷിച്ചില്ല. ഒരൊറ്റ ഓട്ടമോടി ഞാൻ എവിടേക്കെന്നറിയാമോ? എൻ്റെ വീട്ടിലേക്ക്. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ 10:30 മണിയായി. പ്രസാദ് പാഷ രാത്രി വീട്ടിൽ ചെന്നു. അപ്പച്ചൻ കിടന്നു. അപ്പൻ കഞ്ഞിയൊക്കെ കുടിച്ചു
പിടിച്ച് വാതിലടച്ച് കിടന്നു. അപ്പൻ കിടന്ന കഥകെ ഞാൻ തട്ടി. എന്നോട് അപ്പൻ ചോദിച്ചു, ആരാധി ചോദിച്ചു. ഞാൻ ബിജുവാ, കഥക തുറക്കെന്ന് പറഞ്ഞു. ഞാൻ ഇന്നും ഓർക്കുന്നു, കഥക തുറന്നു വരുന്ന എന്റെ അപ്പൻ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു, ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്, എന്റെ മേൽ കൈവെക്കരുത്. ഞാൻ കയറി കഴുത്തിന് പൂട്ടിട്ട് പിടിച്ചു പറഞ്ഞു, അപ്പാ അടിക്കാനോ കൊല്ലാനോ വന്നതല്ല, ക്ഷമ ചോദിക്കാൻ വന്നതാ. കെട്ടിപ്പിടിച്ചു. അപ്പൻ എന്താന്നറിയത്തില്ല, എന്ത് സംഭവിച്ചെന്നറിയില്ല. കഴുത്തെ കയറി പിടിച്ച് കവളത്തെ ചുംബനം കൊടുത്ത് പറഞ്ഞു, എന്നോട് ക്ഷമിച്ചെന്നൊരു വാക്ക് പറ. ഇത് പറയുമ്പോൾ അമ്മ അടുക്കളെന്ന് ഓടി വന്നിട്ട് പറഞ്ഞടാ, അപ്പനെ കൊല്ലല്ലേടാ, അവനെ കൊല്ലാൻ പിടിച്ചതല്ല, ക്ഷമ പറയാൻ പിടിച്ചതാ. അന്ന് രാത്രി എന്റെ അമ്മയോട് ഞാൻ ക്ഷമ പറഞ്ഞു. പട്ടിക്ക് പേ പിടിച്ചതുപോലെ എനിക്ക് 8 ചേട്ടന്മാരുണ്ട്, 2 ചേച്ചിമാരുണ്ട്. അവിടെ വീടുകൾ മുഴുവൻ രാത്രി സൈക്കിൾ എടുത്ത് ഓരോ വീടുകളും കയറി കാലെ വീണ് അവരോട് ക്ഷമയാചിച്ചു. ദൈവദാസനെ, ഈ പുസ്തകം എടുത്തത് പെന്തക്കോസ്തിന്റെ തഴമ്പിച്ച ഹൃദയം കൊണ്ടല്ല, ഏറ്റുപറഞ്ഞ ഹൃദയം കൊണ്ടാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? ഇന്ന് രാത്രി വേളയിൽ ഒരു വിടുതൽ വ്യാപരിക്കേണ്ടത് അവിടെ നിന്ന് ആരംഭിക്കട്ടെ. വിടുതൽ അവിടെ നിന്ന് ആരംഭിക്കട്ടെ. ഒരു അത്ഭുതം. ഒരു കരമടിച്ചു ദൈവത്തെ ഒന്ന് ആരാധിക്കാം. തയ്യാറാക. ഇന്നത്തെ കൈയടിയും ഇന്നത്തെ ആരാധനയും ഉയരേണ്ടത് അതിന്റെ നടുവിൽ നിന്നാണ്. ഇല്ല, ഹൃദയപൂർവ്വം നിശമിക്കാഞ്ഞാൽ ദൈവം നിന്നോട് മനസ്സലിയത്തില്ല. പരിശുദ്ധാത്മാവ് ഈ കൺവെൻഷന്റെ ആദ്യത്തെ ദിവസം പറയുന്നു, ഒരു ചെറിയ കയ്പ് പോലും ആരോടും നിന്റെ അകത്ത് പാടില്ല. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസേ ഞാൻ ചർച്ചിൽ വചനം പ്രസംഗിച്ചു കേട്ടോ. പ്രസംഗിച്ചിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോ സാക്ഷ്യത്തിന് ഇരുന്നിട്ടിട്ട് എൻ്റെ അപ്പൻ സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണെന്നറിയോ? കണ്ണുമാലി പള്ളി, കോട്ടാറ് പള്ളിയിൽ തിരി കത്തിച്ച് ഇവൻ വണ്ടിയിടിച്ചാകാൻ സാക്ഷ്യം പറയുക വാവിട്ട് കരഞ്ഞുകൊണ്ട്. എവിടേക്ക് ഞാൻ തിരി കത്തിച്ചിട്ടുണ്ടെന്നറിയാമോ? ഇവനെ വണ്ടിയിടിച്ചാകാൻ. ഇത്രയും ഒരു ശാപം ഒരു മക്കളുടെ തലയിലും വന്നിട്ടില്ല. പക്ഷെ മരിക്കുന്നതിന് തൊട്ട് മുമ്പേ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, മക്കളെ എനിക്കൊരു വീട് പണിത് തരുവാടാ. പഴയ വീട് പൊളിച്ചു. അപ്പന്റെ ഇഷ്ടത്തിന് ഞാനൊരു വീടൊക്കെ പണിത് കൊടുത്തു. അപ്പന് വയ്യാതെ കിടക്കുന്ന സമയത്ത് ചർച്ചിൽ രാവിലെ ഒരു എൻഗേജ്മെന്റ് ഉണ്ട്. ഞാൻ പോകാനായിട്ട് റെഡിയാകുമ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മക്കളെ ഇന്ന് എൻ്റെ കൂടെ കിടന്നിട്ട് പോ. അങ്ങനെ അന്ന് രാത്രി അപ്പൻ്റെ കൂടെ ഞാൻ കിടന്നുറങ്ങി. നേരം വെളുത്ത് എനിക്ക് എൻഗേജ്മെന്റിന് വൈക്കത്ത് പോകണം. പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അപ്പം പറഞ്ഞു, മക്കളെ എന്നൊന്ന് എഴുന്നേപ്പിച്ചേ. എന്നെ താങ്ങി പിടിച്ച് അപ്പച്ചനെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി താങ്ങി പിടിച്ച് എഴുന്നേപ്പിച്ചു. മുട്ടുകുത്താൻ പറഞ്ഞു. മുട്ടുകുത്തിയിട്ട് 2 കൈയും തലയിൽ വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇഷ്ടംപോലെ ശപിച്ചതാ കർത്താവേ, ഇഷ്ടംപോലെ തിരി കത്തിച്ചതാ കർത്താവേ, എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ ഒന്നുമില്ല കർത്താവേ, അവൻ അനുഗ്രഹിക്കണേ. 2 കൈയും വെച്ച് അനുഗ്രഹിച്ചു. പാസ്റ്റേ, ഞാൻ അവിടുന്ന് വണ്ടിയും എടുത്ത് ചർച്ചിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ എൻ്റെ മൂത്ത ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എവിടെ എത്തി? ഞാനിപ്പോ ചർച്ചിലുണ്ട്, തിരിച്ചു പോര്. അപ്പച്ചൻ ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. അവിടെ നിന്ന് തുടങ്ങിയ ഒരു അനുഗ്രഹമാ. ദൈവത്തിന് സ്വതന്ത്രം ചെയ്ത് ഇന്ന് വരെ അനുഗ്രഹം നിലച്ചിട്ടില്ല കേട്ടോ. ഞാൻ 30 വർഷമായി യേശുവിനെ പ്രസംഗിക്കുന്നേ. ദൈവം സാക്ഷിയായിട്ട് പബ്ലിക്ക് പറയാം പ്രസാദ്, പക്ഷെ ഒരാളോട് പോലും പിണങ്ങി ഞാൻ കിടന്നുറങ്ങത്തില്ല. എനിക്ക് ആരോടെങ്കിലും ഒരു പിണക്കമുണ്ടെന്ന് തോന്നിയാൽ എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ച് ചെന്ന് ഞാൻ മനുഷ്യരോട് ക്ഷമ ചോദിക്കും. അതിനെനിക്കൊരു മടിയുമില്ല. ഞാൻ താണുന്നുകൊണ്ടോ എൻ്റെ അവന് ഇമേജ് പോകുമെന്ന് എനിക്ക് അത് വിഷയമല്ല. എനിക്ക് വിഷയം എൻ്റെ ദൈവമാണ്. ഞാൻ കണ്ടതായ ക്രൂസ് ക്ഷമയുടെ ക്രൂസാണ്, സഹനത്തിന്റെ ക്രൂസാണ്. അവൻ ക്ഷമിക്കാൻ നമ്മെ പഠിപ്പിച്ച ക്രൂസാണ്. അതുകൊണ്ട് ഇന്ന് ഈ ആലോചന കേൾക്കുക. അന്ന് അവർ തമ്മിൽ വൈരമായിരുന്നു, എന്നാൽ ഒരൊറ്റ കാര്യം സംഭവിച്ചു. യേശുവിന്റെ ക്രൂസ് അവിടെ നടുവിൽ വെളിപ്പെട്ടപ്പോൾ അവിടെ വൈരം മാറി. അവിടെ എന്തു മാറി? എന്റെ ചർച്ചിലെ ഒരു ഫാമിലിയാണ് അവര്. ഓക്കെ, കരയുന്നത്. ആമേൻ. അവരുടെ വൈരം മാറി.
അവൻ എന്ന് യേശുവിന്റെ ക്രൂസ് അവിടെ നടുവിൽ വെളിപ്പെട്ടോ അന്ന് മുതൽ അവിടെ പിണക്കം മാറി, അവിടെ വൈരം മാറി. ഇന്ന് രാത്രി ഞാനും നിങ്ങളും കണ്ടത് യേശു തമ്പുരാന്റെ ക്രൂസാണെങ്കിൽ ഒരു വൈരവും പാടില്ല ദൈവമക്കളെ, ഒരു പിണക്കവും പാടില്ല. ഇന്ന് രാത്രി ആരോടൊക്കെ ക്ഷമ ചോദിക്കാൻ പറ്റുമോ അവരോടെല്ലാം നീ ക്ഷമ ചോദിക്കണം. ആരെയൊക്കെ വിളിക്കാൻ പറ്റുമോ അവരെയൊക്കെ വിളിക്കണം. എന്നും വിളിക്കുന്ന നമ്പർ മാത്രമല്ല മൊബൈലിൽ കറങ്ങേണ്ടത്, വിളിക്കാത്ത നമ്പറുകൾ ഇന്ന് രാത്രി കറങ്ങണം. അല്ലേ? നിങ്ങൾ എന്നും ഈ മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ എന്നും വിളിക്കുന്ന കോൾ ലിസ്റ്റിൽ കുറെ പേരില്ലേ? അച്ചായന്റെ അമ്മാമ്മയുടെ നാത്തൂന്റെ നമ്പർ ഇല്ലേ? അതങ്ങ് മാറ്റിവെക്കുന്നേ. 2 ദിവസം വിളിച്ചില്ലേലുമായി വിളിക്കാത്ത ചില നമ്പർ ഇല്ലേ? നിന്റെ അനിയന്റെ നമ്പർ ഇല്ലേ? അനിയത്തിയുടെ നമ്പർ ഇല്ലേ? അമ്മായിയമ്മയുടെ നമ്പർ ഇല്ലേ? അവൻ വീട്ടുകാരുടെ നമ്പർ ഇല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രി വേളയിൽ ഒരു ദൂതി ഞാൻ വിളിച്ചു പറയാ, യേശുവിന്റെ ക്രൂശിലെയാണ് ഇന്ന് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ വൈരങ്ങൾ മാറട്ടെ, പിണക്കങ്ങൾ മാറട്ടെ, വഴക്കുകൾ മാറട്ടെ. ഹല്ലേലൂയ! അവിടെ ആരംഭിക്കട്ടെ നമ്മുടെ ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം ആത്മാർത്ഥമായി പറയാ കേട്ടോ. ഞാൻ തുറന്ന് എന്റെ ചർച്ച പ്രസംഗിക്കുന്ന പോലെയാ പ്രസംഗിക്കുന്നേ. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യം, നമ്മൾ അനുഭവിക്കുന്ന ദൈവകൃപ, നമ്മൾ കേൾക്കുന്ന വചനം, നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുന്ന ദൈവ സാന്നിധ്യം ഉലകത്തിൽ ആരനുഭവിക്കുന്നുണ്ട് ദൈവമക്കളെ? അല്ലേ? ഇത്രയും ഒരു സൗഭാഗ്യം നമുക്ക് തന്നതുപോലെ വേറെ ആർക്ക് കൊടുത്തിട്ടുണ്ട്? എന്നിട്ടും എന്നാ വിടുതലുകൾ സംഭവിക്കാത്തത്? എന്താ ദേശം വിടുവിക്കാത്തത്? എന്താ കെട്ടുകൾ അഴിയാത്തത്? എന്താ രോഗങ്ങൾ മാറാത്തത്? ഈ രാത്രി ഒരു ദൂത പറയാ, അവൻ ക്ഷമിക്കേണ്ടതുപോലെ ക്ഷമിച്ചാൽ. ഞങ്ങൾക്ക് 10 സെന്റ് സ്ഥലമുണ്ട്. 10 സെന്റ് സ്ഥലമുണ്ട്. അവിടെ 1 സെന്റ് സ്ഥലത്തിന് 5000 രൂപയുള്ളൂ. എന്റെ തറവാട്ടിൽ 5000 രൂപയുള്ളൂ. കണ്ടക്കടമെന്ന് പറയും. എന്റെ വീടിന്റെ 2 സൈഡും കണ്ണിച്ചായ ഈ ഞങ്ങളുടെ അവിടുത്തെ ഒരു വേറൊരു പണക്കാരന്റെ സ്ഥലമാണ്, തെങ്ങിൻതോപ്പ. ഒരു ദിവസം ഞാൻ ഈ പണിക്കാരനൊക്കെ ആയതിനു ശേഷം ടേപ്പ് വെച്ച് അളന്ന് കഴിഞ്ഞപ്പോഴേ 10 സെന്റ് അല്ല, ഒരു 10-16 സെന്റ് സ്ഥലമുണ്ട്. അപ്പച്ചൻ ഒരിക്കലും മതിൽ കെട്ടത്തില്ല. മതിൽ എന്ത് ചെയ്യത്തില്ല? കാശ് കിട്ടിയാലും കെട്ടത്തില്ല, കുറ്റി വെച്ച് കെട്ടും. എല്ലാ വർഷവും അപ്പച്ചൻ വെയിൽ മാറ്റി കിട്ടും. ഒരു പ്രാവശ്യം വെയിൽ കെട്ടുമ്പോൾ എന്ത് ചെയ്യും? കാരണം ഏക്കർ കണക്ക് സ്ഥലമാണ് തെങ്ങിൻതോപ്പ്, ഇങ്ങനെ കിടക്കുക. അപ്പൊ അവിടെ പുള്ളി വല്ലപ്പോഴും വരും തേങ്ങ ഇട്ടുകൊണ്ട് പോകും. അപ്പൊ ഞങ്ങള് ഈ ചേട്ടന്മാരെല്ലാം കൂടി പറഞ്ഞു നമുക്ക് കുറച്ച് ഇഷ്ടിയൊക്കെ എടുത്ത് മതിലങ്ങ് കെട്ടും. അപ്പം പറയും മതിലൊന്നും കെട്ടണ്ടടാ, എന്തിനാ? പുള്ളി എല്ലാ വർഷവും കുറ്റി എന്ത് ചെയ്യും? അപ്പൊ ഞാൻ ഈ ടേപ്പൊക്കെ വെച്ച് അളന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ വെച്ചൊരു 15 സെന്റ് സ്ഥലം കാണും. 10 സെന്റ് ആധാരത്തിലുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, നമുക്ക് 10 ഉള്ളൂ, ഇപ്പൊ 15 ഉണ്ടല്ലോ, എന്നോട് അപ്പം നിന്നാ പോരെ, എന്തിനാ കുഴി എണ്ണനെ? നിനക്ക് കിട്ടാവുള്ള കിട്ടുന്നല്ലോ. ഞാൻ പറഞ്ഞു എന്നാലും ഇത് ശരിയല്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ അപ്പനെ എല്ലാവരും കൂടി പിടിച്ച് എങ്ങനെയെങ്കിലും ഈ പുള്ളി ഒന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടി പോട്ടെ വിട്ടു, മുരിങ്ങൂര് വിട്ടു. മുരിങ്ങൂര് എന്നപ്പോ നായിക്കമ്പറമ്പലച്ചൻ പ്രസംഗി കേട്ടിട്ടുണ്ടല്ലോ. നായിക്കമ്പറമ്പലച്ചൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പച്ചൻ ചെന്ന ദിവസം ഈ അച്ഛൻ പറയുക, 10 സെന്റ് സ്ഥലമുണ്ടായവൻ മാറ്റിക്കുത്തി 15 ആക്കി. അപ്പൊ അപ്പച്ചന്റെ കൂടെ പ്രാർത്ഥനക്ക് കൂടി ജയിക്കപ്പെട്ടനുണ്ട്, കൂടെ ഉണ്ട് ജയിക്കപ്പെട്ടൻ. പുള്ളി ഇങ്ങനെ ആളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ അപ്പച്ചൻ പറഞ്ഞു, എടാ ജയിക്കപ്പേ, നീ അച്ഛനോട് പോയി പറഞ്ഞല്ലേ ഞാൻ മാറ്റിക്കുത്തിയ? അപ്പൊ പുള്ളി എന്റെ പൊന്ന് ചവറച്ചേട്ടാ എനിക്കറിയത്തില്ല, ചവറച്ചേട്ടൻ എത്ര സെന്റ് സ്ഥലമുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. അച്ഛൻ അത് പറഞ്ഞ് ഞാൻ എന്നാ ചെയ്യാനാ? ഓരോ സെക്ഷൻ മീറ്റിങ്ങിലും അച്ഛൻ പറയും, കുറ്റി മാറ്റി കുത്തിയവൻ ഇവിടെ വന്നിട്ടുണ്ട്, നീ അത് മാറ്റി കുത്താമെന്ന് തീരുമാനമെടുക്കാതെ നീ ആയുസ് രക്ഷപ്പെടത്തില്ല. അങ്ങനെ 7ാമത്തെ ദിവസത്തെ ധ്യാനം കഴിഞ്ഞ അച്ഛൻ, പ്രിയ അപ്പച്ചൻ, ഒരു ബാഗ് പിടിച്ച് വരുന്ന വഴി ആ ബാഗ് കൊണ്ടുവന്ന് 10 വെച്ചിട്ട് 15 കുറ്റി ഇളക്കി എവിടെ കൊണ്ടുവന്ന് ഊതി. അച്ഛന്റെ ധ്യാനത്തിന്റെ പവർ അവരല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷമായി, വീട്ടുകാർക്കും സന്തോഷമായി, അപ്പനും സന്തോഷമായി. അങ്ങനെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ പെന്തക്കോസ്തി വന്നു. പെന്തക്കോസ്തി വന്നപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി സന്തോഷമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ 10 കുറ്റി പിന്നെ കൊണ്ട് 15 കുത്തി.
അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇതെന്നാ ചെയ്ത്? അപ്പൊ ഞങ്ങളോട് പറഞ്ഞടാ, കുറ്റി മാറ്റി കുത്തിയ പലരും ആ പള്ളിക്കകത്തുണ്ട്, പിന്നെ ഞാൻ മാത്രം എന്താ കുത്താത്തത്? മനസ്സിലായില്ലല്ലേ? അപ്പം നോക്കിയപ്പോഴേ പലരും കുറ്റി മാറ്റി കുത്തിയവരും അവസരം കിട്ടിയെടുത്ത് അവിടെ ഇവിടെ കുത്തിയവരല്ല, ഒന്നിച്ചിരുന്ന് ആരാധിച്ച് അന്യഭാഷ പറയുന്ന പെന്തക്കോസ്തുകാരുടെ നടുക്ക് വന്നപ്പോ അപ്പച്ചനും തീരുമാനിച്ചു കുറ്റി മാറ്റി കുത്താൻ. ദൈവ പൈതലേ, ആകാശം ചായിച്ചിറങ്ങി വരുന്ന ദൈവമഹത്വം അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി തീരുമാനമെടുക്കുന്ന ഒരു നെല്ലെണ്ണം നമുക്ക് വേണ്ടെന്നേ, ആരുടെ നന്മ നമുക്ക് വേണ്ടെന്നേ. ഒരു ഹല്ലേലൂയ പറ. അമ്മേ, ഞാൻ എൻ്റെ ചർച്ചിലെ അവരാണ്, അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, ആരൊക്കെ ജോലിക്ക് പോയാലും ജോലിക്ക് പോകുന്നിടത്ത് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്നൊരു സ്പൂണ് പോലും എടുത്തുകൊണ്ട് പോരരുത്. ഞാനൊരു പ്രവാചകനാകട്ടോ, ഈ ദൂത് മാറി വന്നാൽ ആമേൻ പറഞ്ഞേക്കണം. സ്തോത്രം. ഞാൻ പറയും, ഒരു സ്പൂണ് പോലും എന്ത് ചെയ്യരുത്, എടുത്തുകൊണ്ട് പോരരുത്. ഞാൻ പറയാറുണ്ട്, ഹോട്ടലിൽ ചെന്നാൽ ടിഷ്യൂ പേപ്പർ കിട്ടിയാൽ തുടച്ചിട്ട് അവിടെ ഇട്ടേക്കണം, കുറച്ചെടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് പോരരുത്. ആരോ ഉണ്ടല്ലോ ഭാഷേ, ഇട്ടുകൊണ്ട് പോരരുത്. ചിലർക്ക് അങ്ങനെയാ, കണ്ടിട്ടില്ലേ? ഈ ക്യാഷ് കൊടുത്തു കഴിയുമ്പോ മേശപ്പുറത്ത് എന്ത് വെക്കും? അതിനെന്താ പറയുന്നത്? ജീരകം കുറച്ച് വായിലിടും, കൊച്ചിനും കൊടുക്കും. എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം കുടുംബത്തിലെ പോലെ എടുത്തോണം. അവൻ ഭർത്താവിന് കൊടുക്കും, കൊച്ചുങ്ങൾക്ക് കൊടുക്കും, ഇനി ആരെങ്കിലും കൂടെ വന്നാണെങ്കിൽ അവർക്കും കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് ടിഷ്യൂ പേപ്പർ എടുത്ത് അതിനകത്ത് കുറച്ചു. ഞാൻ ഇതൊക്കെ ഇരുന്ന് മാറി ഇങ്ങനെ കണ്ടിട്ട് ഇവർ എന്നെ മനുഷ്യരായത്, ആ ഹോട്ടലിൽ മുടിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരാ അല്ലെ? അങ്ങനെ എടുത്തുകൊണ്ട് പോരും. അങ്ങനെ ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും പറയും, നിങ്ങൾ ഈ ജോലിക്ക് പോയാൽ ഒരു കാര്യം, നിങ്ങൾ അവിടുത്തെ ഒന്നും എടുത്തുകൊണ്ട് പോരരുത്. നിങ്ങൾ ജോലി കഴിഞ്ഞു വീട്ടിൽ പോരണം, അവിടത്തതൊന്നും നിങ്ങളുടെ വീട്ടിൽ എന്ത് ചെയ്യരുത്, കാണരുത്. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം ഇവിടെ വന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, ഇല്ല ഞാൻ പേര് പറഞ്ഞേനെ. അപ്പൊ ഒരുത്തൻ എന്ത് ചെയ്യുന്നത്, മീൻപിടുത്തക്കാരനാ. അവന് ഈ മീൻ പിടിക്കാനായിട്ടൊരു വല ഉണ്ടാക്കി, ഇങ്ങനെ വട്ടവല എന്ന് പറയും. എന്താണ് വട്ടവല? അത് വെച്ചിങ്ങനെ മീൻ കോരുന്ന ഒരു വലയാണ്, മീൻ കോരുന്ന വലയാണ്. അപ്പൊ അതിന് കമ്പി വേണം. അപ്പൊ കടയിൽ ചെന്ന് വാങ്ങിച്ചാൽ ഒരു 100-150 രൂപ കൊടുത്താൽ എന്ത് കിട്ടും? കമ്പി കിട്ടും. ഇവന് കമ്പി കാശ് കൊടുത്ത് മേടിക്കാതെ വെളുപ്പിന് നടക്കാൻ പോയപ്പോ വഴി കമ്പി കിടക്കുന്നു. എവിടെ കിടക്കുന്നു? വഴി. ഏത് കമ്പി? KCBയുടെ കമ്പി കിടക്കുന്നു. കിട്ടിയട കമ്പി എന്ന് പറഞ്ഞ് പിടിച്ച് കടിച്ചൊടിക്കാൻ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ അറിയുന്നു മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ടെന്ന്. ബോധം വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാടാ വലയെടുത്തത്? ഒരു വട്ടവലക്കൊരു കമ്പി എടുത്തതാ. ഞാൻ അന്നേ പറഞ്ഞു, വഴി കിടക്കുന്നതൊന്നും നീ എടുക്ക. ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കളയും കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് കേട്ടിട്ട് എന്തെങ്കിലും വല്ലതും ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ കൊണ്ടുപോയി അവിടെ വെച്ചേക്കണം. ഒരു പരിപാടിയും ചെയ്യരുത്. കാരണം ഈ കൺവെൻഷൻ അനുഗ്രഹമാകണമെങ്കിൽ നീ കണ്ട ക്രൂസ് 2 സൈഡിൽ കിടന്ന കള്ളന്റെ ക്രൂസ് അല്ല, അത് യേശുവിന്റെ ക്രൂസാണ്. ആമേൻ, സ്തോത്രം. പരുത്തും പാറയിൽ ഏലപ്പാറക്കടുത്ത് കഴിഞ്ഞ ദിവസം ഒരുത്തനൊരു കുരിശുണ്ടാക്കി. അത് കള്ളം കിടന്ന കുരിശ, അത് പൊളിച്ചു അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു കുരിശ് പൊളിച്ചു ഏലപ്പാറ പരുന്തുംപാറയിൽ. അത് യേശു കിടന്ന ക്രൂസല്ല, അത് കള്ളം കിടന്ന ക്രൂസാണ്. നമുക്ക് വേഗത്തിൽ തിരിച്ചു വരാം. ക്രൂസിന്റെ ഒന്നാമത്തെ സാധ്യത, അവർ തമ്മിൽ വൈരമായിരുന്നു. പക്ഷെ ക്രൂസ് വെളിപ്പെട്ടപ്പോൾ എന്തായി? സ്നേഹിതരായി. നമുക്ക് എന്തുകൊണ്ട് ക്ഷമിക്കപ്പെടാൻ പറ്റുന്നില്ല ദൈവമക്കളെ? നാം സത്യദൈവത്തെ ചുമക്കുന്നതല്ലേ? നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന്റെ പേര് തന്നെ എന്താ? എന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് ക്ഷമിക്കപ്പെടാൻ കഴിയുന്നില്ല? സന്തോഷമാണേ, ചിരിച്ച മുഖത്തോടെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചർച്ചിൽ ഒരു പ്രസംഗിച്ചു. അത് ഭയങ്കര വിവാദമായി. ഇപ്പൊ ഞാൻ ഒരു വീട്ടിൽ ചെന്ന് ആരും എനിക്ക് പച്ചവെള്ളം തരുന്നില്ല. അപ്പൊ എൻ്റെ വൈഫിനോട് കൂടെ പറയാറുണ്ട്, നിങ്ങൾ ഈ പോക്ക് പോയാൽ വെള്ളമിറക്കാതെ ചാവും എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ഞാനിങ്ങനെ ഈ ഓസ്ട്രേലിയയിലും UK ഒക്കെ ഇങ്ങനെ പോകുന്ന, നിങ്ങൾ ഇടയ്ക്ക് പോകുമായിരിക്കും, ഓക്കെ, ഞാനിങ്ങനെ പോകുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അവിടെ അപ്പനും അമ്മേനെയും കാണും. ആരെ കാണും? അപ്പനും അമ്മേനെയും കാണും. അപ്പോൾ ഇങ്ങനെ അവിടെ ചെന്ന് ആഹാരമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും, ഈ അപ്പനും അമ്മച്ചിയും ആരുടേതാ? അപ്പോൾ പുള്ളി പറയും, അത് അവളുടേതാ. ആരുടെയാ?
അവളുടേതാ. പക്ഷെ ഇന്ന് വരെ അവന്റെ അപ്പനും അമ്മേനെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. എല്ലായിടത്തും എൻ്റെ ഉയിരോടെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറയുകയാണ്, എല്ലായിടത്തും ആരുടെ അപ്പനും അമ്മയാ? അവളുടെ അപ്പനും അമ്മ. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അങ്ങനെ വിഷമമായപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അപ്പനും അമ്മയില്ലേ? അവൻ എന്നോട് പറഞ്ഞു, ഉണ്ടല്ലേ. അവള് കേൾക്കും. എനിക്ക് 2 ആൺമക്കളാണ്. ഞാൻ അവരോട് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, നീ ഇപ്പോൾ ഒരുത്തൻ ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ട്, ഒരുത്തൻ അടുത്തവനും പോകാൻ പോകുന്നു, കാര്യമൊക്കെ കൊള്ളാം. നീയൊക്കെ ചെന്നിട്ട് നിന്റെയൊക്കെ ഭാര്യയുടെ അപ്പനും അമ്മയും കൊണ്ടുപോയാ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വരുത്തി. സത്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ എന്നെ കൊണ്ടുപോകാതെ, എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാതെ നിന്റെ അപ്പനെ അമ്മായിയപ്പനെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ നിന്റെ ജോലിയും കെട്ടിപ്പൂട്ടി നീ വീട്ടിൽ വന്നിരിക്കും. അപ്പോ ഇത് പറഞ്ഞപ്പോ എൻ്റെ ഇളയ മോന് മൂത്തവനോട് പറയാ, ചേട്ടൻ അപ്പനെ കൊണ്ടുപോയിക്കോ, ഞാൻ അമ്മേനെ. കാരണം ഈ സാധനത്തിന് ചേട്ടൻ കൊണ്ടുപോയിക്കോ, എനിക്ക് വേണ്ട, അവനിപ്പോഴേ എന്നെ കൈ ഉപേക്ഷിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, നോട്ടിങ്ങാമിൽ ചെന്നപ്പോ, മോളെ സന്തോഷമായിരിക്കുന്നു, ജോബിന്റെ അപ്പനും അമ്മനൊക്കെ വിളിക്കാറുണ്ടോ? ഞാൻ വിളിക്കാറില്ല, അച്ഛൻ വിളിക്കും. ഞാൻ വെച്ചാൽ അത്ര ദിവസമായി വിളിച്ചിട്ട്, അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ഇപ്പൊ 2 വർഷമായി ഞാൻ ചോറ് കഴിച്ചില്ല. പിന്നെ പാട്ടണി കിടന്ന് ചത്താൽ ഇവളുടെ ചോറ് കഴിക്കേണ്ടത് ഞാൻ തീരുമാനിച്ചു. ഞാൻ ചോറ് എന്നാ കഴിക്കും? ഞാൻ കഴിക്കത്തില്ല. പാസ്റ്റ് ചുമ്മാകിരി വളരെ ക്ലോസ് ആണ്. ഞാൻ കഴിക്കത്തില്ലടി. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി, ഞാൻ കഴിക്കത്തില്ല. നീ 2 വർഷമായിട്ട് അവൻ്റെ അപ്പനും അമ്മനെയും വിളിച്ചിട്ടില്ല. എന്താ വിളിക്കാത്ത കാര്യം? മോളെ നീ ഒരു കാര്യം എടി, ഞാനും ഒരു അപ്പനാ. എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ, അവന്മാരൊന്ന് പഠിപ്പിക്കാൻ. ഒരുത്തന്നെ 49 ലക്ഷം രൂപ കിട്ടി, ഓസ്ട്രേലിയക്ക് വിട്ടു. അവൻ്റെ ലോൺ എടുക്കാൻ വേണ്ടി പൈസ, അവൻ ഇത്ര രൂപ പൈസ ബാങ്കിൽ കെട്ടാൻ എന്ത് പെടപ്പാട് ചെയ്യാൻ പെട്ടെന്നറിയോ? ഞാൻ ഒത്തിരി വേർത്തു, ഞാൻ ഒരുപാട് ഓടി. അവൻ അവിടെ ഇരുന്ന് ആളായി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോ ഇതെല്ലാം മറക്കാൻ പറ്റുമോ? ഇതെല്ലാം മറക്കാൻ പറ്റുമോ? പണ്ട് എനിക്ക് അറിയത്തില്ല, ഒരു അപ്പനായപ്പോഴാ ഇതിന് വേദന മനസ്സിലായത്. നിങ്ങളൊക്കെ ഈ നിലയിലെത്താൻ, ഇവിടം വരെ എത്താൻ നിങ്ങളുടെ അപ്പന്മാർ ഒഴുക്കിയ വിയർപ്പ് മറക്കരുത് കേട്ടോ. ഒന്ന് കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലൊക്കെ കുറവുണ്ടാകുമെന്നേ, അവരുടെ ജീവിതത്തിലൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടാകുമെന്നേ. എന്നാൽ ആ പ്രശ്നമെല്ലാം പരിഹരിച്ചിട്ട് ഇന്ന് വിളിക്കേണ്ടത് വിളിക്കണം. വിളിക്കാത്തവരെ ഇന്ന് രാത്രി വിളിക്കണം, വിളിച്ചുണർത്തണമെന്ന്. ഇന്ന് രാത്രി അവൻ ഒരു കോൾ ഇവിടുന്ന് റാന്നിക്ക് ചെല്ലുമ്പോ അമ്മായിയമ്മ ഫോൺ എടുക്കും. സൂസിയുടെ ഫോൺ. ആരുടെ ഫോൺ? അമ്മച്ചയ്ക്ക് കാരണം കൈവറക്കും. കാരണം 2 വർഷമായി സാധനം വിളിച്ചിട്ട്. ഈ ഫോണും കൊണ്ട് അമ്മച്ചി അടുക്കള ഓടുന്നു, ലൈനിങ് ഓടുന്നു. അപ്പൊ അച്ഛൻ ചോദിക്കും, നീ എന്താടി ഈ ഇങ്ങനെ പരക്കമ്പായെന്ന്? സൂസി വിളിക്കുന്നു. എത്ര വർഷം വിളിച്ചിട്ട്? 2 വർഷം. ഇന്ന് വിളിച്ചേക്കണം. ആരെയൊക്കെ വിളിക്കാതെ കൊണ്ട് അവരെ എല്ലാം ഇന്ന് രാത്രി വിളിച്ചേക്കണം. നാളെ ഞാനിവിടെ പ്രസംഗിക്കണമെങ്കിൽ വിളിച്ചെന്നുള്ളതിന്റെ കോപ്പി എനിക്ക് വാട്സാപ്പിൽ കിട്ടുകയാണ്. അല്ല, നമ്മൾ ഈ മര്യാദ പഠിക്കാത്ത എന്നാന്നറിയോ? ഈ പ്രസംഗിക്കുന്നവർ പ്രസംഗിച്ച് സ്വത്രക്കാഴ്ച മേടിച്ച് പോകുന്നത് കൊണ്ടാണ് നമ്മൾ ഗുണപ്പെടാത്തത്. നിങ്ങൾ വിളിച്ചെന്നുള്ളതിന്റെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കോ സണ്ണി പാസ്റ്ററിനോ അയച്ചാണ്. കാരണം നമുക്കൊന്ന് അനുഗ്രഹിക്കപ്പെടണ്ടേ? ഒരു സ്വത്രം പറ. നമുക്കൊന്ന് അനുഗ്രഹിക്കപ്പെടണ്ടേ? ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറയുന്നേ. അവൻ കർത്താവിന്റെ ക്രൂശ് ഉയർത്തപ്പെട്ടത് വൈരങ്ങൾ മാറാനാന്ന്, പിണക്കങ്ങൾ മാറാനാന്ന്. ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ച് ആ കെട്ടം അഴിയട്ടെന്ന്, ആ കെടുതികൾ അഴിയട്ടെന്ന്. എവിടേക്കെയോ ബന്ധങ്ങളെ ഉടച്ചു കളയുന്ന, എവിടേക്കെയോ ബന്ധങ്ങളെ തകർത്ത് കളയുന്ന ശത്രുവിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ഉടയട്ടെ. ആത്മാവിലൊന്ന് ആരാധിച്ച് കുടുംബ ബന്ധങ്ങൾക്കെതിരെ, കുടുംബ ജീവിതത്തിനെതിരെ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ തമ്മിൽ ബന്ധങ്ങളെ ഉലച്ചു കളയുന്ന ശത്രുവിന്റെ ഒരു വ്യാപാരവും ഇനി നടക്കരുത്. സ്വർഗീയ സന്തോഷം കുടുംബത്തിനകത്ത് വ്യാപരിക്കട്ടെ. സ്വർഗീയ സന്തോഷം, ആനന്ദ കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്യം വായിപ്പിച്ചോട്ടെ. ഞാൻ ഇത്തരം പറഞ്ഞത് കൊണ്ട് ഇത് വേദപുസ്തകം ബേസ് ആണെന്ന് നോക്കണ്ടേ. റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച മക്കളെ, ഒന്ന് വായിച്ചു, വേഗം വായിച്ചു.
ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. നോക്കിക്കേ, നമ്മളെ അവൻ എങ്ങനെയാ സ്നേഹിച്ചേ? നമ്മൾ നല്ലവരെന്ന് കണ്ടാണോ സ്നേഹിച്ചേ? അങ്ങനെയാണ് എത്ര നല്ലവർ ഇവിടെ വന്നിരുന്നേന്. ഈ ദുഷ്ടന്മാരായ നമ്മളെ കൊണ്ടുവന്നിരുത്തി അല്ലേ? ഒരു സ്വതന്ത്രം പറഞ്ഞേ, നമ്മിൽ എന്ത് ഗുണമുണ്ടായിട്ടാ ദൈവമക്കളെ, നമ്മിൽ എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാ? ഒരു ഹല്ലേലൂയ പറ അല്ലേ? ശത്രുക്കളായിരിക്കുമ്പോ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ എന്തുണ്ടായി? ദൈവത്തോട് നിരപ്പ് വന്നു. ഞാൻ ഒരിക്കല് ഒരു വാർത്ത കേട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഈ വാർത്ത എന്ന് വെച്ചാൽ ഒരു ദൈവദാസന്റെ അനുഭവം സാക്ഷ്യം പറയുക. ആ മനുഷ്യൻ, അവർക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് 12ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ആ കുഞ്ഞ് മരിച്ചതിന്റെ 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവര് വിവാഹമോചനം ചെയ്തു. രണ്ടുപേരും 2 വഴിക്കായി. പക്ഷെ അവരെല്ലാ വർഷവും കുഞ്ഞിന്റെ മരണ ദിവസം അവര് കല്ലറയിൽ വന്ന് ഈ പൂക്കൾ വെക്കും. അപ്പൊ അവർ തമ്മിൽ തീരുമാനിച്ചിട്ടുണ്ട്, ഭർത്താവ് വന്ന് പോയതിനു ശേഷം ഭാര്യ വരികയുള്ളൂ. അങ്ങനെ ഒരാൾ മുഖത്തോട് മുഖം കാണത്തില്ല. പക്ഷെ ഒരു ദിവസം ടൈം തെറ്റിപ്പോയി, രണ്ടുപേരും ഒരുപോലെ വന്നു. രണ്ടുപേരും ഈ പൂക്കളൊക്കെ വെച്ചിട്ട് പോകാൻ നേരത്ത് ഈ ഭാര്യ ഈ ഭർത്താവിനോട് ചോദിച്ചു, നമ്മുടെ കൊച്ച് വിശ്രമിക്കുന്ന കുഴിമാടമായത്, ഈ കുഴിമാടം സാക്ഷിയാക്കി നമുക്കൊന്നിച്ച് ഒന്നുകൂടി ജീവിച്ചൂടെ? ആ ഭർത്താവ് അവിടെ നിശ്ചലമായി. താൻ കൈ കൊടുത്തു. താൻ നേരിട്ട് പറഞ്ഞ സാക്ഷ്യമാ. കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്നിലും കുറവുണ്ട്, എന്നിലും പരാജയം സംഭവിച്ചു. ഈ കുഴിമാടം സാക്ഷിയാക്കി നമുക്കിവിടെ ജീവിതം തുടരാം. നമ്മൾ ആരാധിക്കുന്നത് ഒരു മരിച്ച മൺമറഞ്ഞ ദൈവത്തെയല്ല. ഇന്ന് 2 or 3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ വരാമെന്ന് പറഞ്ഞ ജീവനുള്ള ദൈവം ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ചലിക്കുന്നുണ്ട്. ആ തമ്പുരാനെയാണ് ഇന്ന് രാത്രി ആരാധിക്കുന്നത്. അവന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ പിണക്കങ്ങൾ മാറണം. അവന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ വഴക്കുകൾ മാറട്ടെ. അമ്മേ, ഞാന് ചില കാര്യം ഞാൻ ടെസ്റ്റ് ചെയ്യും. പാസ്റ്റേ, ടെസ്റ്റ് ചെയ്യും. ഈ കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് ലൈവായ ഒരു കാര്യം സംഭവിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് ഇത്ര കൃത്യമായി പറയുന്നത്. വയറ്റിനകത്ത് മുഴയും കൊണ്ട് വൈപ്പിങ്കരേന്ന് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്ന് മുന്നോട്ട് ഇരുന്ന സമയത്ത് എന്നോട് കർത്താവ് പറഞ്ഞു, ഇവിടെ അകത്ത് ഭയങ്കര കയ്പാന്ന് പറഞ്ഞു. ഭയങ്കര വിദ്വേഷമാണ്. ആരോടാന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ സഹോദരി, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളുടെ അകത്ത് മുഴുവൻ കയ്പ് കിടക്കുക. നിങ്ങളുടെ രോഗത്തിന്റെ പ്രധാന കാരണം നിങ്ങൾ ക്ഷമിക്കപ്പെടാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതറിയാമോ? നമ്മുടെ ശരീരത്തുള്ള പല രോഗങ്ങളും നമ്മെ വിട്ട് മാറാത്തതിന്റെ ഒരു കാരണം, റീസൺ എന്താണ്? നാം ക്ഷമിക്കാത്തതുകൊണ്ടാണ്. അത് ക്ഷമിക്കല്ല, മനഃപൂർവ്വം ക്ഷമിക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ അങ്ങനെ? കുറച്ച് ലിസ്റ്റ് അങ്ങ് പറഞ്ഞു. ക്ഷമിക്കാൻ പറ്റുമോ? ക്ഷമിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, പോവാൻ പറഞ്ഞു. അവരന്ന് രാത്രി എന്ത് ചെയ്യുന്നറിയോ? വീട്ടിൽ പോയിട്ട് വാവിട്ട് കരഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ എല്ലാം പോയി ക്ഷമ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ വ്യാഴാഴ്ച വൈകിട്ടത്തെ മീറ്റിങ്ങിൽ ചർച്ചിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാഷേ ഞാൻ ക്ഷമയെല്ലാം പറഞ്ഞു. പക്ഷേ ഈ 2 ദിവസമായിട്ടേ ബ്ലീഡിങ് ഇല്ല പാഷേ. ബ്ലീഡിങ് ഇല്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് റിസൾട്ട് അറിയണം, കൊണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ സ്കാൻ ചെയ്തപ്പോ മുഴയില്ല. മുഴയില്ല. ദൈവം എന്നെ പുതിയൊരു പാഠം പഠിപ്പിച്ചു. നീ കൈവെക്കുമ്പോഴല്ല സൗഖ്യം നടക്കുന്നത്, മനഃപൂർവ്വം ശ്രമിക്കുന്നിടത്ത് ചില സൗഖ്യങ്ങൾ നടക്കും. ചില ഡിപ്രഷനുകൾ മാറും. അവൻ ചില ആകുലതകൾ, ആൻസൈറ്റികൾ ഇന്ന് രാത്രി മാറുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. ചെറിയ രോഗങ്ങൾ അത് നീ ചോദിക്കും. എത്ര മരുന്ന് കഴിച്ചാലും, എത്ര ശുശ്രൂഷ ചെയ്താലും, എത്ര മുടക്കിയാലും അത് മാറാത്തതാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധത പറയുന്നു, മനഃപൂർവ്വം നീ ക്ഷമിച്ചാൽ നിന്റെ ശരീരത്തിന്റെ രോഗങ്ങൾ ഇന്ന് രാത്രി സൗഖ്യമാകും. എനിക്കറിയാം ഈ മുറിക്കകത്ത് അസാധാരണ രീതിയിൽ ഇന്ന് രാത്രി സൗഖ്യം നടക്കും. അവൻ തൈറോയ്ഡുകൾ ഇന്ന് രാത്രി സൗഖ്യമാകാൻ പോകുക. ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, തൈറോയ്ഡുകൾ ഇന്ന് രാത്രി സൗഖ്യമാകാൻ പോകുക. ബ്ലഡിനകത്തുള്ള കൗണ്ടുകൾ ഇന്ന് രാത്രി വർദ്ധിക്കാൻ പോകുക. അസാധാരണമായ ഒരു ഹീലിംഗ് ഈ രാത്രി ഇതിനകത്ത് എന്റെ ദൈവം ചെയ്യാൻ പോകുക. കരമടിച്ച് ആരാധിക്കാൻ കഴിയുന്നവർ ഇന്ന് രാത്രി ആരാധിച്ചു. ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരു ദൈവം
മഹത്വം ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ചില ശാരീരിക വിടുതലുകൾ ഇന്ന് രാത്രി ഉണ്ടാകാൻ പോകുക. ഈ ശരീരത്തിന് മേൽ ഒരു വലിയ സൗഖ്യം വ്യാപരിക്കട്ടെ. ഒരു സൗഖ്യം വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവേ അധികാരമുള്ള നാമത്തിൽ ചില വിടുതലുകൾ നിന്റെ രാശിമയുടെ മേൽ, ഈ ശരീരത്തിന്റെ മേൽ ഇന്ന് രാത്രി അനുഭവിക്കുന്നു. ചില വിടുതലുകൾ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അസാധാരണമായ ചില ദൈവിക വിടുതലുകൾ ഇന്ന് രാത്രി നടക്കട്ടെ. ദൈവമക്കളെ, അവൻ നമ്മുടെ മുമ്പിൽ വളരെ സമയം ചുരുക്കമേ ഉള്ളത് കൊണ്ട് ഞാൻ അല്പം വേഗത്തിൽ പോകുന്നു. ഒന്നാമത്തെ ക്രൂസിന്റെ സാധ്യത, അവൻ എത്ര ക്ഷമിക്കാത്തതും ക്ഷമിക്കണം. അവൻ ശത്രുവെ വൈരമായിരുന്നതിനെ മിത്രമാക്കി തീർക്കുന്നതാണ് യേശുവിന്റെ ക്രൂസ്. അതാണ് യേശുവിന്റെ ക്രൂസിന്റെ പ്രത്യേകത. നമ്മുടെ പെന്തക്കോസ്തുകാരൊക്കെ അങ്ങനെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ത് വിടുതൽ നടക്കുമായിരുന്നു. വിടുതൽ നടക്കുമായിരുന്നു. എനിക്ക് ഇനി 4 ഏട്ടന്മാർ ഇനിയും വരാനുണ്ട് രക്ഷയിലേക്ക്. 4 ഏട്ടന്മാർ. എന്റെ സ്നാനം എപ്പോഴാണെന്നറിയോ? എന്റെ സ്നാനം രാത്രി 2 മണിക്ക്. വാട്ടർ ടാങ്ക് ഞാൻ സ്വന്തമായി പണിത വാട്ടർ ടാങ്കിൽ വെള്ളം നിറച്ച് സ്നാനപ്പെടാൻ കോട്ടയത്തുനിന്ന് ദൈവദാസൻ വന്ന ദൈവദാസനെ വണ്ടിക്കകത്ത് നിറക്കിയ ദൈവദാസനെ പിടിച്ചു വണ്ടിക്കകത്ത് കയറ്റിയിട്ട് എൻ്റെ 5 ചേട്ടന്മാരും കൂടി പറഞ്ഞു വിട്ടു. ജോഷി പാട്ടെടുത്ത് കത്തിയും കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അനിയനെ മുക്കിയ കൊല്ലു എന്ന് പറഞ്ഞു. നിങ്ങളുടെ അനിയനെ വേണ്ടെന്ന് പറഞ്ഞു. സ്നാനപ്പെടുത്താൻ വെച്ച വാട്ടർ ടാങ്ക് ആടിച്ച് പൊട്ടിച്ച്, കൂടത്തിന് വാട്ടർ ടാങ്ക് ആടിച്ച് പൊട്ടിച്ച് വാൽവെള്ളം തല്ലി ഉടച്ച് വെള്ളമെല്ലാം കളഞ്ഞു. എന്റെ സ്നാനം മുടങ്ങി. രാത്രി 12 മണിക്ക് പാസ്റ്ററിന്റെ വീട്ടിൽ ഞാനിരിക്കുക. പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇന്ന് നീ മുങ്ങിയില്ലെങ്കിൽ നീ ആയുസ് മുങ്ങത്തില്ല. പാസ്റ്റർക്ക് സ്നാനപ്പെടുത്താൻ ജോഷി പാസ്റ്റർക്ക് എന്തില്ല? ഓർഡിനേഷൻ ഇല്ല, ന്യൂഇന്ത്യയില്ല. എന്നെ ഹെർക്കുലീസിന്റെ സൈക്കിളെ കയറ്റിയിരുത്തി ഞാൻ താമസിക്കടുത്തുനിന്ന് ചെല്ലാനം എന്ന് പറയും ദേവാസൻ, ചെല്ലാനം വരെ സൈക്കിൾ ഓട്ടി. ഒരു റാന്നിക്കാരൻ കുക്ക് ജോണിപ്പാസ് ഉണ്ടായി. കുക്ക് ജോണിപ്പാസിന്റെ ചർച്ചിൽ ചെന്ന് കഥകെ കൊട്ടി. വെളുപ്പിന് 2 മണിക്ക്. എന്താന്ന് ചോദിച്ചു. ഒരാളെ സ്നാനപ്പെടുത്തണം. പുള്ളി ചോദിച്ചു, ആരാള്? ദേ നിൽക്കുന്നു. ഇവനൊരു കുഴപ്പമില്ലല്ലോ, ഇവൻ ചത്തുപോകും ഒരു നേരം വെളുക്കുന്നവരെ. പാസ്റ്റർ പറഞ്ഞു, ഇല്ല, നേരം വെളുത്ത അവനെ കിട്ടത്തില്ല. പുള്ളി ചോദിച്ചു, എന്റെ പൊന്നു പാസ്റ്റർ, ഈ 2 മണി വെളുപ്പിന്. പുള്ളിയാണെങ്കിൽ നല്ല തണുപ്പനും കൂടിയാ, ഭയങ്കര ശരീരമാണ്, കരിയിട്ടിയുടെ കളറാ, ഭയങ്കര കറുത്ത കളറാ, ഭയങ്കര ദൈവാസന, പക്ഷെ ഭയങ്കര വെളിപ്പാടാ. പുള്ളി ലുങ്കിയൊക്കെ ഇങ്ങനെ ഇവിടം വരെ കയറ്റി കുത്തിയാ വന്നേ. എന്നോട് ചേട്ടാ, നിനക്ക് നാളെ സ്നാനപ്പെട്ടാ പോരെ? ഞാൻ എനിക്ക് സ്നാനപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ജോഷി പാഷ ഇവിടെ തമാശ കളഞ്ഞിട്ട് സ്നാനപ്പെടുത്ത് വാന്നും പറഞ്ഞ് അവിടെ അടയെ കിടന്ന ഒരു ബനിയനും എടുത്തിട്ട് വള്ളമിറക്കാൻ പോകുന്ന പോലെ എന്നെയും കൊണ്ടൊരു ഒരു പാടത്ത് പോയി. പാടത്ത് ചെന്നപ്പോൾ വെള്ളമില്ല, ഉണങ്ങി കിടക്കുക. ഇത്രയും വെള്ളമുള്ളൂ. എന്നോട് ചോദിച്ചു, വെള്ളം കുറവാണല്ലോ, ഒരു കാര്യം ചെയ്യും, കാല് നീട്ടിയിരിക്കാൻ പറഞ്ഞു. കാല് നീട്ടിയിരുന്നിട്ട് എന്നെ മുക്കി ചെളിക്കകത്തോട്ട്. ഫുള്ള് മുങ്ങിയൊന്ന് എനിക്കിപ്പോ ഒരു വിഷയമുണ്ട്. എന്തായാലും എവിടെയൊക്കെയോ നനയാഞ്ഞത് കൊണ്ട് ചെളിക്കകത്തോട്ട് ശരിക്കൊന്ന് പുള്ളി മുക്കിയത് എനിക്കറിയാം. അവിടെ നിന്ന് പുള്ളി പോക്കി, മൊത്തം ചെളിയാ. പക്ഷെ അതായിരുന്നു എൻ്റെ സ്നാനം. അതായിരുന്നു എൻ്റെ സ്നാനം. നിങ്ങൾ സ്നാനപ്പെട്ട പോലെ വലിയ ടാങ്കും വാട്ടർ ടാങ്കും സ്വിമ്മിംഗ് പൂളൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ അതൊരു അനുഭവമായിരുന്നു. പക്ഷേ ഒരു ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി ആരെങ്കിലും സ്നാനപ്പെടാതെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ ചാടിക്കൊള്ളണം കേട്ടോ. ഞാനൊരു 10,000-ഓളം പേര് ഞാൻ അതിനുശേഷം സ്നാനപ്പെടുത്തി. സ്നാനമെന്ന് പറയുന്നതൊക്കെ ദൈവമക്കളെ നിങ്ങൾക്കറിയത്തില്ല, അതിന്റെ മഹാത്മ്യം അറിയത്തില്ല. ഇന്നൊരു ചാൻസ് കിട്ടിയാ ചാടിയേക്കണം. ഒരു PR ബൈപ്പാസിന് അറിയാലോ, PR ബൈപ്പാസിന്റെ അസിസ്റ്റന്റ് ജെയ്സൺ ഉണ്ട്. അവന്
മുഴു സമയം കഞ്ചാവാ. ജെയ്സന്റെ ഭാര്യ ബിന്ദു, അവള് പുത്തൻകുരിശുകാരിയാ. അപ്പൻ എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനാ, പുള്ളിക്ക് സ്വന്തം തോക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇവള് രാത്രി വിളിച്ചിട്ട് ഡാമിയൻ ഭാഷയോട് പറഞ്ഞു, എനിക്ക് ഇപ്പൊ സ്നാനപ്പെടണം. ഇപ്പൊ ഡാമിയൻ ഭാഷ പറഞ്ഞു, ഞാനങ്ങനെ സ്നാനപ്പെടുത്തിയിട്ടില്ല, സ്നാനപ്പെടുത്താൻ പറ്റിയ ഒരാളുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എവിടെയാ വീട്? പുത്തൻകുരിശാ. എപ്പോ പോണം? ഇപ്പൊ പോണം, രാത്രി 10:30 മണിക്കാ. ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊട്ടാരം പോലത്തെ ഒരു വീട്, 3 പട്ടി അവിടെ വാതിക്കെ കിടപ്പുണ്ട്. ഈ വീട്ടിലെന്താ? അതെ, ഇവിടുത്തെ മോള് അപ്പനും അറിയാതെ മുങ്ങി. തൊട്ട് ബാക്കിലൊരു കുളമുണ്ട്, കുളത്തിൽ വേണം മുക്കാൻ. അപ്പൊ ഞാൻ ആര് മുക്കും? പാസ് മുക്കണം. ഞാൻ പറഞ്ഞു, ഈ അപ്പനോ? പുള്ളിയുടെ തോക്കുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്ന് കർത്താവ്, ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുമ്പോഴായിട്ട് ആ പിശാച് പിടിച്ചോ വന്ന എന്റെ പരിപാടി പോക്ക. ഡാമിൻ പാസ് എനിക്ക് ബലം തരികയാണ്, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. ഞാൻ പറഞ്ഞു, കൊള്ളാം, എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന് ഇട്ടേക്കുക. എന്തായാലും ബിന്ദു അടുക്കള വഴി വന്നു. ബിന്ദുവിന്റെ ആങ്ങളുണ്ട് ബിനോയും ബിന്ദുവും കൂടി അടുക്കള വഴി വന്നു. ബാക്കിൽ ഒരു 2 ഏക്കർ സ്ഥലമുണ്ട്, ബാക്കിൽ ഒരു കുളമുണ്ട്. കുളത്തിൽ ടോർച്ച് അടിച്ച് കാണിച്ചു തന്നു. ഞാൻ ഇറങ്ങി. ഞാൻ പറഞ്ഞു, പാട്ടൊന്നും പാടുന്നില്ല. ഞാൻ ചോദിച്ചു, കർത്താവിനെ രസകനും കർത്താവായി വിശ്വസിക്കുന്നു? ബിന്ദു എപ്പോഴും വിശ്വസിച്ചിരിക്കുക. അങ്ങനെ ഞാനിങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മുക്കാനായിട്ട് പോയപ്പോ എന്റെ മുഖത്തൊട്ടൊരാണ്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ നല്ല തണുപ്പിലാ നിന്നെ, ചൂടെന്ന് പറഞ്ഞ 500 ഡിഗ്രി. എന്നോട്, ആരാടാ എന്റെ മോളെ വെള്ളത്തിൽ മുക്കുന്നേ? ഞാൻ ദൈവമേ, തീർന്ന്, എന്റെ പരിപാടി കഴിഞ്ഞു. ഇയാടെ ഈ തോക്കുണ്ടെന്ന് മനുഷ്യൻ പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ വിറക്കാൻ തുടങ്ങി. ഉടനെ ബിന്ദു പറഞ്ഞു, അപ്പച്ചാ, എനിക്ക് യേശുവിനെ സ്വീകരിക്കണം അപ്പച്ചാ, എനിക്ക് സ്വസ്ഥതയില്ല അപ്പച്ചാ. ഉടനെ ടോർച്ചടിച്ചിട്ട്, അത് രഹസ്യത്തിലാണോടാ ചെയ്യണ്ടേ, പരസ്യത്തിലല്ലേ ചെയ്യണ്ടേ? മുങ്ങുമോളെ എന്ന് പറഞ്ഞു. പ്രസാദ് ഭാഷ അടുത്ത് കേൾക്കണ്ടേ? അവളെ മുക്കി പൊക്കി ഞാൻ കയറ്റിയപ്പോൾ ആ അപ്പച്ചൻ ഇറങ്ങി. എന്നെ മുക്ക് പാസ്റ്റേ. എയർഫോഴ്സ് അപ്പച്ചനെ പുത്തൻകുരിശിൽ ആദ്യമായി മുക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. സ്നാനം അത്ര വലുതാന്നേ. സ്നാനം ഇന്ന് രാത്രി കർത്താവിനോട് ചേരാൻ ഒരു അവസരം കിട്ടിയ ചാടിയാകണം. കാരണം നാളത്തേക്ക് നീ മാറ്റിയാൽ ഒന്ന് ബലവും പൊട്ടുന്ന പോലെ ജീവൻ പൊട്ടിക്കൊണ്ടിരിക്കുക. നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഇത്രയും പാട്ടും ആരാധനയും കൂടിയിട്ട് നിത്യത നഷ്ടമാകാൻ നീ സമ്മതിക്കരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾക്ക് ലഭിക്കാത്തൊരു മഹാഭാഗ്യം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കരമടിച്ചു ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഉടപന ഹൽക്കനഘടകധരാജനാരകസി ഹൽക്കനഘടകധുരാധനാരകധന. ആമേ, ചങ്ങലയിട്ട് എവിടേക്കോ ബന്ധിച്ചു കളഞ്ഞ സ്നാനത്തിനെതിരെ നിന്ന് സകല കെട്ടുകളും ഈ മീറ്റിംഗിലൂടെ ദൈവം പൊട്ടിച്ചു മാറ്റാൻ പോകുക. കൂട്ടമായി സ്നാനങ്ങൾ ഇതിനകത്ത് നടക്കാൻ പോകുക. ആത്മാവിൽ ആരാധിച്ചു, ആ കെട്ടുന്ന് പൊട്ടാൻ പോകുക. ആത്മാവിൽ ആരാധിച്ചു, ആ കെട്ടുന്ന് പൊട്ടാൻ പോകുക. ദൈവജനത്തിന്റെ വിടുതലിന് വിരോധമായി നിൽക്കുന്ന ജനത്തെ സ്നാനത്തിലേക്ക് വിടാൻ കഴിയാതെ ബന്ധിച്ചു വെച്ചതിന് ഇന്ന് രാത്രി പൊട്ടിക്കുക. അവൻ എന്താണ് ക്രൂസിന്റെ സാധ്യത? ശത്രുക്കളായിരുന്നത്, വൈരം മാറി അവർ തമ്മിൽ മിത്രങ്ങളായി മാറി. പിണക്കം മാറ്റുന്നതാണ് ക്രൂസ്. പിണങ്ങിയിരിക്കുന്നതിന് ഇണക്കുന്നതാണ് ക്രൂസ്. അടുത്തിരിക്കുന്ന 2 പേരോട് കൈ കൊടുത്ത് മുഖത്ത് നോക്കി പറ, സകല പിണക്കങ്ങളും ഇന്ന് രാത്രി തീരട്ടെ, സകല വഴക്കുകളും ഇന്ന് രാത്രി തീരട്ടെ. ഈ രാത്രി നിങ്ങളുടെ കൂടാരങ്ങളിൽ ദൈവദൂതന്മാർ ഇറങ്ങി വരുന്ന രാത്രിയായി മാറട്ടെ. ഈ രാത്രിവേളയിൽ ദൈവദാസൻ പാടിയതുപോലെ അകലം വിട്ട് അനുഗമിക്കാത്ത ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി ഇറങ്ങി വരുന്നത് അനുഭവിക്കാൻ പോകുകയാണ്. മറുരൂപ മലയിൽ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ. ആമേൻ, ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ക്രൂസിന്റെ 2ാമത്തെ സാധ്യത മർക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വേദവാക്യം. ഓടിച്ചൊന്ന് വായിക്കാമോ? ഓടിച്ചു വായിച്ചോ.
മർക്കോസ് 15:6. അവൻ ഉത്സവം തോറും ആ. അവർ ചോദിക്കുന്ന ഒരു തടവുകാരനെ അവർക്ക് വിട്ടുകൊടുക്കുക പതിവായിരുന്നു. എന്നാൽ കലഹത്തിൽ കൊല ചെയ്ത ബറാബാസ് എന്ന പേരുള്ള ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. മതി, ഇനി ഞാൻ പറയാം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല കേട്ടോ. ദൈവമക്കളെ, ക്രൂശിന്റെ രണ്ടാമത്തെ സാധ്യത എന്നാണെന്നറിയാമോ? നിങ്ങൾക്കറിയാം, ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. യേശു ക്രിസ്തു ജനിക്കുന്നതിനേക്കാൾ 600-700 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ ശുശ്രൂഷയുടെ അജണ്ട സ്വർഗം പുറത്തുവിട്ടു. അതിന് ഈ ആമൻ പോരാ, ഉറക്കെ ആമൻ പറയണം. യേശു തമ്പുരാൻ ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന വിടുതൽ എങ്ങനെയായിരിക്കുമെന്ന്, അവന്റെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന അധികാരം എന്താണെന്ന് യെശയ്യാ വിളിച്ചു പറഞ്ഞു. എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തടവുകാർക്ക് വിടുതല്, പീഡിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കേണ്ടതിന് യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. ദൈവമക്കളെ, യേശു തമ്പുരാൻ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന വിടുതൽ സ്വർഗം വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ യെശയ്യാ 61 ഒരു പ്രധാനപ്പെട്ട ദൂതൻ എന്താണെന്നറിയാമോ? പീഡിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിക്കപ്പെട്ടവർക്ക് മോചനം. പീലാത്തോസ് എന്ന് പറയുന്നവൻ നക്സൽവാരിയാണ്, കലഹത്തിൽ കൊല ചെയ്തവനാ. ചരിത്രം പറയുന്നത് യൂദായുടെ ഒക്കെ കൂട്ടത്തിൽപ്പെട്ടവനാ ബറാബാസ്. എന്നാൽ കൊലപാതകം ചെയ്ത് അടുത്ത ചില ദിവസങ്ങൾ തൂക്കുമരണത്തിന് വിധി എഴുതപ്പെട്ട ബറാബാസ് അകത്ത് തടവിൽ കിടക്കുമ്പോൾ, ഇത് തടവിൽ കിടന്നവനെ കുറച്ചു പേർ ചേർന്ന് കൈക്ക് പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുന്നു. പുറത്തോട്ട് കൊണ്ടുവന്ന പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിർത്തി. ഇതാ പീലാത്തോസിന്റെ കൽത്തളത്തിൽ നിങ്ങൾക്ക് 2 പേരെ കാണാം. ഒന്ന് യേശു തമ്പുരാൻ നിൽക്കുന്നു, മറ്റൊന്ന് ബറാബാസ് നിൽക്കുന്നു. ബറാബാസിന്റെ കയ്യിൽ കുടുക്കുണ്ട്, കയറിൽ കെട്ടിയിട്ടുണ്ട്, ചങ്ങലയുണ്ട്. ബറാബാസിന്റെ കയ്യിലെ ചങ്ങല അഴിക്കുന്നു, യേശുവിന്റെ കയ്യിൽ ചങ്ങല മുറുകുന്നു. ഇവിടത്തെ ചങ്ങല അഴിയുന്നു, ഇവിടെ ചങ്ങല മുറുകുന്നു. ആരോ ഒരു പടയാളി ബറാബാസിനോട് പറയുന്നു, എടാ ബറാബാസേ, അടുത്ത ചില ദിവസങ്ങൾ ഒരു മരണത്തിൽ കയറിനകത്ത് നിന്റെ ജീവിതം അവസാനിച്ചു പോകേണ്ട, നിന്റെ ജീവിതം ഈ സ്വാതന്ത്ര്യമായത് ഇവൻ ബന്ധിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇവന്റെ ബന്ധനമാണ് നിന്റെ ബന്ധനം അഴിച്ചത്. യേശുവിന്റെ ക്രൂശാണ് നിന്റെ കെട്ട് പൊട്ടിച്ചത്. ഇന്ന് രാത്രി വേളയിൽ അവന്റെ ക്രൂശിനെ പൊട്ടിക്കാൻ കഴിയാത്ത ഒരു കെട്ടുമില്ല, അവന്റെ ക്രൂശിനെ അഴിക്കാൻ കഴിയാത്ത ഒരാഭിചാരവുമില്ല. പറ്റുമെങ്കിൽ ആത്മാവിൽ ഒന്ന് നിറഞ്ഞാരാധിച്ച്, കരമാടിച്ചൊന്നാരാധിച്ച്, ഏത് കടുങ്കെട്ടാണേലും ഇന്ന് രാത്രി അഴിയാൻ പോകുക, ഏത് ആഭിചാരമാണേലും ആത്മാവിന്റെ തീ ഇന്ന് രാത്രി ഇറങ്ങട്ടെ, ആത്മാവിന്റെ തീ ഇന്ന് രാത്രി ഇറങ്ങട്ടെ. അവന്റെ ക്രൂശിൽ അഴിയാത്ത കെട്ടില്ല, അവന്റെ വചനത്തിന്റെ ശക്തിയാൽ അഴിയാത്തൊരു ബന്ധനമില്ല. ദൈവമക്കളെ, ഇന്ന് രാത്രി വേളയിൽ തന്റെ ഇടത്തോടും അധികാരത്തോടും വിളിച്ചു പറയുക. ഞാൻ ഒരിക്കല് ഒരു തൊടുപുഴ വെച്ച് ഒരു കൺവെൻഷന് പരസ്യമായി പ്രസംഗിക്കുക. ഞങ്ങൾ ഇതുപോലെ ഈ കൺവെൻഷൻ സ്റ്റേജിൽ ഒത്തിരി വെല്ലുവിളി അനുഭവിക്കും. കൺവെൻഷൻ പ്രസംഗിച്ചപ്പോ തൊടുപുഴ പോത്താനിക്കാട് പ്രസംഗിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യൻ ഇടിച്ച് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നിട്ട് പുള്ളി പറ, നീ പ്രസംഗിക്കുന്ന യേശുവിന് ഒരു പുല്ലും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ മന്ത്രവാദിയാ, ഞാൻ ഇവിടെ ഇരുന്ന് മന്ത്രവാദം ചെയ്യും, നിന്റെ പ്രസംഗം ഇതോടെ തീരും. ഞാൻ പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ട് ചെയ്യ്, അവൻ ധൈര്യമുണ്ട് ചെയ്യേ. അവൻ ഉലകത്തിൽ അവൻ നീ സേവിക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. അവൻ അഴിക്കാൻ കഴിയാത്തൊരു കെട്ടുമില്ല. ഞാൻ അവിടെ ഇന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അനിസ്പയുടെ പരസ്യം പോലെ പൊടി പോലും ഇല്ല ഇവരെ കാണാൻ. അവന്റെ പാട്ടിന് പോയി. ദൈവമക്കള്, ഈ ക്രൂശിന്റെ രാത്രി ഇവിടെ ഉയരുമ്പോൾ നാളുകളായി കിടക്കുന്ന സകല കെട്ടുകളും ഇന്ന് രാത്രി അഴിയാൻ പോകുക. അത് രോഗമാകട്ടെ, അത് ആഭിചാരമാകട്ടെ, അത് മന്ത്രവാദമാകട്ടെ, അത് സൂത്രമാകട്ടെ, പോരാ.
തീ കത്തുന്ന ആരാധന ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. തീ കത്തുന്ന ആരാധന ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ആത്മാവിൽ ചിലര് കസേരയിൽ നിന്ന് തെറിക്കുന്നത് പോലെ ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. നിങ്ങൾ ഇരിക്കുന്ന ചെയറിനകത്ത് അസാധാരണമായ അവന്റെ ക്രൂസിന് അഴിക്കാൻ കഴിയാത്ത ഒരു ബന്ധനവുമില്ല. അവന്റെ ക്രൂസിന് പൊട്ടിക്കാൻ കഴിയാത്ത ഒരു കെട്ടുമില്ല. ദൈവമക്കളെ, വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ഒരു സന്തോഷത്തോടെ ഒരു ദൂതൻ നിങ്ങളോട് പറയുക. അത് നിങ്ങളുടെ വിടുതലായിട്ട് ആമേൻ പറഞ്ഞേറ്റെടുക്കണം. ഈ മർക്കോസ് 5-ാം അധ്യായത്തിൽ 3 ചോദ്യമുണ്ട്. മർക്കോസ് 5-ൽ പ്രധാനപ്പെട്ട 3 ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം അശുദ്ധാത്മാവിനോടാണ്. നിന്റെ പേരെന്ത്? ഒരു അല്ലലു എന്ന് പറഞ്ഞേ. അശുദ്ധാത്മാവിനോട് നിന്റെ പേര് എന്ത്? രണ്ടാമത്തെ ചോദ്യം അവൻ രക്തസ്രാവക്കാരി സ്ത്രീയോടാണ് എന്നെ തൊട്ടത് ആര്? മൂന്നാമത്തെ ചോദ്യം അവൻ യായിറോസിന്റെ വീട്ടിലാണ് നിങ്ങളുടെ കരച്ചിലും ആരവാരവും എന്തിന്? 3 പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അവൻ അശുദ്ധാത്മാവേ നിന്റെ പേരെന്ത്? രണ്ടാമത്തെ ചോദ്യം എന്നെ തൊട്ടതാര്? മൂന്നാമത്തെ ചോദ്യം നിന്റെ കരച്ചിലും ആരാവാരും എന്തിന്? ഇനി ഞാൻ പറയുമ്പോൾ അവർക്ക് രാമൻ പറയണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം പൈശാചിക മണ്ഡലത്തോട്, രണ്ടാമത്തെ ചോദ്യം രോഗശക്തിയോട്, മൂന്നാമത്തെ ചോദ്യം മരണശക്തിയോട്. ഇന്ന് രാത്രി ഇത് 3 പൊട്ടട്ടെ. ഇത് 3 പൊട്ടട്ടെ. Yes, yes, yes. അടിയട്ടെ, അടിയട്ടെ, അടിയട്ടെ. യേശുവിന്റെ ക്രൂസിന്റെ ശക്തിയാൽ ആമേൻ പൈശാചിക മണ്ഡലങ്ങൾ അടിയട്ടെ. രോഗശക്തികൾ അടിയട്ടെ. മരണശക്തികൾ അടിയട്ടെ. ഇന്ന് രാത്രിവേളയില് ഈ വ്യക്തിയോട്, ഇവരുടെ കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരാലോചന പറയുന്നു. മകനെ, നിന്റെ കൂടാരത്തിന്റെ അകത്ത് ഇന്ന് രാത്രി ഒരു അസാധാരണ വിടുതൽ വ്യാപരിക്കാൻ പോകുകയാണ്. കുടുംബത്തിന്റെ അകത്ത് ഒരു ഭയങ്കര മിറക്കൽ എന്റെ ദൈവം ചെയ്യാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളായിട്ട് പരിധി വെച്ച് പരിമിതിയിട്ട് ശത്രു കെട്ടിയത് ഇന്ന് രാത്രി പൊട്ടിക്കാൻ പോകുകയാണ്. അവ കുടുംബം അടച്ച് സന്തോഷിക്കുന്നത് പോലെ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു കൂട്ട വിടുതൽ എന്റെ ദൈവം അഴക്കിയോ. എനിക്കറിയാം ഈ രാത്രി വേളയിൽ അത്യുന്നതനായ ദൈവം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത്യുന്നതനായ ദൈവം ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ചില കെട്ടുകളിൽ നഴിക്കാൻ, ചില അശുദ്ധാത്മാക്കള് ഇന്ന് രാത്രി പുറത്താക്കാൻ. അശുദ്ധാത്മാവേ നിന്റെ പേരെന്ത്? എന്നെ തൊട്ടതാര്? നിന്റെ കരച്ചിലും ആരാവാരും എന്തിന്? കരമുയർച്ച് നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. കരമുയർച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, 5 മിനിറ്റ് കുഴപ്പമില്ല, നിങ്ങൾ മടുത്തോ ഇല്ലയോ? ഓ സ്തോത്രം. നേരം വെളുക്കുന്നവരെ പോയിരുന്നെങ്കിൽ ഞാൻ ആലോചിക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത്ര ദൈവ സാന്നിധ്യം ഭാഷ, അത്ര ദൈവ സാന്നിധ്യം. എനിക്കിവിടെ നിൽക്കാൻ ഒക്കുന്നില്ല, അതുപോലെ ദൈവ സാന്നിധ്യം. 3 പ്രധാനപ്പെട്ട, 1 രോഗശക്തിയോട്, 2 പൈശാചിക മണ്ഡലത്തോട്, 3 മരണത്തിന്റെ ശക്തിയോട്. ഇനി ഒന്നുകൂടി കേട്ടോ ദൈവമക്കളെ, ഇത് 3നെയും വെല്ലുവിളിക്കാൻ, ചോദ്യം ചെയ്യാൻ ഉലകത്തിൽ ഒറ്റ ദൈവമേ ഉള്ളൂ. അത് നമ്മുടെ യേശുവാണ്. നമ്മുടെ യേശുവിന് മാത്രമേ ഇതിനെ 3നെയും വെല്ലുവിളിക്കാൻ കഴിയുള്ളൂ. അമ്മേ, അമ്മേ, അമ്മേ. ഫോർട്ട് കൊച്ചിയിലെ വീട് കിട്ടാനില്ല. വീടെന്ന് വെച്ചാലേ വാടകയ്ക്ക് വീട് കിട്ടാനില്ല. ഫോർട്ട് കൊച്ചിയിൽ ഭയങ്കര റെന്റാ. അഡ്വാൻസ് ആണെങ്കിലോ 5 ലക്ഷം 6 ലക്ഷം ഒക്കെ അഡ്വാൻസ് കൊടുക്കണം, വാടകയും കൊടുക്കണം. 10,000-15,000 രൂപ. എനിക്ക് വീട് കിട്ടാനില്ല.
അപ്പം ഞാൻ കർത്താവ് വീട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ബ്രോക്കർ വന്നിട്ട് പറഞ്ഞു 5 പൈസ കൊടുക്കണ്ട, ഫ്രീ ആയിട്ടൊരു വീട് കിട്ടും, താമസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വീട് കാണിക്കാം. ചെന്ന് നോക്കിയപ്പോൾ പോട്ടുവെച്ചി തന്നെ. വിഷയം എന്താണെന്നറിയോ? 3 പേര് തൂങ്ങിച്ചത്തു, 2 പേര് മാനസിക രോഗിയായി. വീട് അടച്ചിട്ടേക്കുക. അവിടെ ചെന്നപ്പോൾ ആ ബ്രോക്കർ പറഞ്ഞേ. അപ്പൊ എൻ്റെ കൂടെ ഷാജൻ പാസ്റ്റർ ഉണ്ടായി. ഷാജൻ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു, പക്ഷേ നമുക്ക് പറ്റിയ വീടാ എടുത്തോന്നു, പറ്റിയ വീടാ എടുത്തോന്നു. ഞാനാണ് കയറി ബെഡ്റൂമിലെ കയറ്, ചെത്തിയിട്ട കയറ് ഞാനാണ് അഴിച്ചു മാറ്റിയത്. അഴിച്ചു മാറ്റി നല്ലപോലെ പെയിന്റൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ഒരു ഓൺലൈറ്റ് പ്രയർ വെച്ചു. ഞങ്ങളുടെ ഇവിടെ ചർച്ചിലെ പിള്ളേരെല്ലാം കൂടി വന്ന്, സൈന്യം എല്ലാം കൂടി വന്ന് ചർച്ചിൽ ഓൺലൈറ്റ് പ്രയർ ഓൺലൈറ്റ് നടത്തിയത്. കയറി വന്ന ലിവിങ് റൂമിലിരുന്ന് എല്ലാവരും കഴിഞ്ഞിട്ട് എല്ലാവരും ഞാൻ പറഞ്ഞു, നമുക്ക് ഏതായാലും രാത്രി ഇന്നിവിടെ രാത്രി പോകുന്നതിനേക്ക് നല്ലതല്ല, നമുക്ക് എല്ലാവരും ഇവിടെ കിടക്കാന്ന് പറഞ്ഞു. അപ്പൊ ഹോളിനകത്ത് പായിട്ടിട്ട് എല്ലാവരും കൂടി കിടക്കാൻ തിങ്ങിപ്പോവും. പിന്നെ കുറച്ചുപേര് അവിടെ കിടക്കണം, ബെഡ്റൂമിൽ കിടക്കണം. അപ്പൊ ഞാൻ ഷാജനോടും ജോയി എന്ന് പറഞ്ഞൊരു പാസ്റ്റോടും പറഞ്ഞു, അത് അറിയാത്ത രീതി നാക്കിന് പറഞ്ഞു, ഇവിടെ ചിട്ടായിട്ടാണ്, നിങ്ങൾ പോയി അപ്പുറത്ത് കിടന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അത് കയ്യിരുന്നാ മതി, അത് കയ്യിരുന്നാ മതി, ആശാൻ പോയി കിടന്നാ മതി, ശിഷ്യന്മാരിവിടെ കിടക്കാം. അവസാനം ഉമ്മാടെ മുമ്പിൽ ധൈര്യം ക്ഷയിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഞാൻ അങ്ങേറ്റെടുത്തു. ആ കട്ടില് പേടിയൊന്നും ഇല്ലല്ലോ, ആ കട്ടില് സ്വതന്ത്രം, ആ കട്ടില് ഞങ്ങള് കിടന്നു. അവര് അവിടെ കിടന്നു. രാത്രി 2-3 മണിയായി. അവരവിടെ കിടന്ന് സംസാരിക്കുന്നു. ആരും ഉറങ്ങുന്നില്ല, സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരാൾ സംസാരം നിർത്തുമ്പോൾ അടുത്ത ആൾ കാരണം കണ്ണടക്കാൻ പേടിയാന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഞാനും ജോയി പാസും കൂടി ഈ കട്ടിലേ കിടന്നു. ഫാൻ ഇങ്ങനെ കറങ്ങുന്നു. അപ്പൊ ഞാൻ ജോയി പാസ്റ്റോട് ചോദിച്ചു, ജോയി പാസ്റ്റേ അപ്പൊ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഒരു 50 ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ് മാത്രമേ വരുന്നുള്ളൂ, പക്ഷെ ഉറക്കം വരുന്നില്ല. അസാനോട് ചോദിച്ചു, പാസ്റ്റർ ഉറക്കുന്നില്ല? അമ്മ എനിക്ക് ഉറക്കം വരുന്നില്ല. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞപ്പോ എൻ്റെ കട്ടിലിങ്ങനെ ആരോ വലിക്കാൻ തുടങ്ങി. റിയലായിട്ട് കട്ടിൽ വലിക്കാൻ തുടങ്ങി. വലിച്ച് സൈഡിൽ കിടന്ന കട്ടില് നടുക്കോട്ട് വലിച്ചിട്ടു. സണ്ണി പാസ്റ്റർ നടുക്കോട്ട് വലിച്ചിട്ടു. അപ്പൊ ജോയി പാസ്റ്റർ എന്നോട് ചോദിച്ചു, പക്ഷെ കട്ടിൽ ഞാൻ അനങ്ങേക്കരുത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ മേളിൽ ഈ അഭിഷേകം ഉണ്ടല്ലോ, ശക്തമായ പ്രതിസന്ധി വരുമ്പോൾ ഇവൻ ഗർജിക്കും. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ നിങ്ങൾ ബലഹീനമാകുന്നോ അവിടെ ഈ അഭിഷേകം അങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങും. എവിടെ നിങ്ങൾ തളരുമെന്ന് ക്ഷീണിക്കുന്നോ അവിടെ ഈ അഭിഷേകം അങ്ങ് വർക്ക് ചെയ്യാൻ തുടങ്ങും. എവിടെ നിങ്ങൾ തളർന്നു പോകും എന്ന് തോന്നുന്നു അവിടെ ഈ അഭിഷേകം അങ്ങ് ശക്തീകരിക്കും. ഞാൻ പറഞ്ഞു, ജോയ് പാഷേ അനങ്ങരുത്. എനിക്കറിയില്ല, ഭയങ്കര ഞാൻ പറഞ്ഞു അനങ്ങരുത്, കൈ ഓർക്കാൻ പറഞ്ഞു. കേട്ടെന്നുണ്ട്, കൈ ഓർത്തു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിശാചം നിനക്കാളും മാറിപ്പോയി. ഇന്നലെ വരെ ആരും ഇവിടെ വന്നു എന്ന്, പക്ഷെ ഇന്നോ ഞങ്ങൾ അഭിഷിക്തന്മാരാണ്. യേശുവിന്റെ നാമത്തിൽ കട്ടില് തിരിച്ചിട്. നീ നിന്റെ പാട് നോക്ക്. ഈ കട്ടില് വലിച്ചിട്ട് ഒറ്റ തള്ള് തിരിച്ച് ഇവിടെ. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് 24 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അവൻ എല്ലാവർക്കും ബന്ധനമായ വീട് എനിക്ക് അനുഗ്രഹത്തിന്റെ വീടായി മാറി. സ്വതന്ത്രം പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. 1 രോഗശക്തിയോട്, 2 പൈശാചിക ശക്തിയോട്, 3 മരണത്തിന്റെ ശക്തിയോട്. ഇതിന് 3നെയും വെല്ലുവിളിപ്പാൻ കഴിവുള്ളവനാ നമ്മുടെ യേശു. ഇനി ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടി 5 മിനിറ്റിനകത്ത് പറഞ്ഞ് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. തീർന്നിട്ടില്ല, ഒരുപാടുണ്ട്, പക്ഷെ അത് മാത്രം ഞാൻ പറയാം. ക്രൂസിന്റെ 3ാമത്തെ സാധ്യത ലൂക്കോസ് 23:26. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന കുറേനക്കാരനെ അവർ ക്രൂശ് ചുമപ്പാൻ പിന്നാലെ നടത്തിച്ചു. അതാണ് വാക്യം. ഉണ്ടോ? ക്രൂശ് ചുമപ്പിച്ച് പിന്നാലെ, യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. ദൈവമക്കളെ,
ഈ വേദപുസ്തകത്തിനകത്ത് നിങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കുക, 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. വേദപുസ്തകത്തിനകത്ത് യേശുവിന്റെ ജനനം പ്രവചനമാണ് അല്ലെ? യേശുവിനെ അടിച്ചത് പ്രവചനമാണ്. യേശുവിന്റെ അങ്കിക്കായി ചീട്ടിട്ടത് പ്രവചനമാണ് അല്ലെ? അവന്റെ ശരീരത്തിലെ അടിപ്പിണരുകൾ എല്ലാം തിരുവെഴുത്തുകളും പ്രകാരമാണ്. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. യേശുവിന്റെ ക്രൂശ് മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാചകന്മാരും പ്രവചിക്കാത്ത ഒരൊറ്റ പ്രവചന ദൂതുണ്ടെങ്കിൽ ഏതാണെന്നറിയോ? ക്രൂശിന്റെ പാതി വഴിയിൽ യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ ഒരു ശീമോൻ വരുമെന്ന് പഴയ നിയമത്തിൽ ഒരൊറ്റ പ്രവാചകൻ പ്രവചിച്ചിട്ടില്ല. മനസ്സിലായെന്ന് എനിക്കറിയില്ല. യേശുവിന്റെ ക്രൂശ് മരണം മുഴുവൻ തിരുവെഴുത്തുകളും പ്രകാരമാണെങ്കിൽ യേശുവിന്റെ ക്രൂശ് ചുമക്കാൻ ഒരു ശീമോൻ വരുമെന്ന് ഒരു പ്രവാചകനും ഒരിടത്തും പ്രവചിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ദൂതം നിന്നോടുള്ള ദൂതാണ്. ഒരു പ്രവാചകനും വെളിപ്പെടുത്താത്ത എന്ത് സ്പെഷ്യൽ ഒരു അനുഗ്രഹം ദൈവം നിനക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഒരു പ്രവാചകനും കൈവെക്കാത്തത്, ഒരു പ്രവാചകനും ദൂത പറയാത്തത്, ഒരു പ്രവാചകനും തലേ നിന്റെ പേര് വിളിക്കാത്തത്, ഒരു പ്രവാചകന് നിന്റെ പേരെടുത്ത് പറയാത്തത്, ഒരു വലിയ പ്രവാചകനാകട്ടെ ചെറിയ പ്രവാചകനാകട്ടെ നിന്റെ പേര് പറഞ്ഞ് ദൂത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി എന്താ സംതിങ് സ്പെഷ്യൽ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വസിച്ചു രാമൻ പറയാൻ പറ്റുമോ? ഒരു പ്രവാചകനും വലിയ പ്രവാചകന്മാരാകട്ടെ ചെറിയ പ്രവാചകന്മാരാകട്ടെ ആർക്കും വെളിപ്പെടാത്ത എന്തോ സ്പെഷ്യൽ ഗിഫ്റ്റ് ദൈവദാസനെ ദൈവം നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. കർത്താവ് എന്നോട് പാസ്റ്ററോട് ഒരു ദൂത് പറയാൻ പറയുന്നു. USA ഒരു മീറ്റിങ്ങിന് ഒരു അറിവ് ക്ഷണം വരുന്നുണ്ട്. USA ഒരു മെഗാ മീറ്റിംഗിലേക്ക് തമ്പുരാൻ നിർത്താൻ പോകുകയാണ്. ഈ വർഷത്തിന്റെ അവസാനം ചില യാത്രകൾ ചില മെഗാ ക്രൂസൈഡുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം ചലിപ്പിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നവർ കരമടിച്ച് ആരാധിച്ചേ. ഉടമന രഗൽ ഘടകദല റിബൽ ഘടകദല ഈ രാത്രിവേളയിൽ പ്രവചന ശബ്ദങ്ങൾ ഇന്ന് രാത്രി ഓപ്പണായി വരട്ടെ. പ്രവാചക ശബ്ദങ്ങൾ ഇന്ന് രാത്രി തുറന്നു വരട്ടെ. ഈ ആലയത്തോളം ബന്ധത്തിൽ, ഈ കുടുംബങ്ങളോളം ബന്ധത്തിൽ പ്രവാചക ശബ്ദങ്ങൾ ഒരു പ്രവാചകന് വെളിപ്പെടുത്താത്ത, ഒരു പ്രവാചകന്മാരും ദൂത് പറയാത്ത മറഞ്ഞിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ദൈവമക്കളെ, ഇതൊന്ന് ശാന്തമായി ഞാൻ ആ സമയത്തിനകത്ത് നിർത്താം. യേശുവിനെ ക്രൂശിക്കാൻ ലീഡ് ചെയ്യാൻ ഒരു ശതാധിപനെ ആക്കി, ശരിയല്ലേ? ആക്കി. അന്നത്തെ റോമൻ നിയമം ഞാൻ പറയാം. ഒരു ശതാധിപന്റെ കയ്യിൽ ഒരു ശിക്ഷ നടപ്പാക്കാൻ എഴുതി കൊടുത്താൽ പക്ഷേ അത് പൂർത്തീകരിക്കുക എന്നുള്ള അവന്റെ ഉത്തരവാദിത്വം. ഇനി തിരിച്ചറിയോ, പക്ഷേ വഴിയറമ്പിൽ വെച്ച് ജീവനോടെയാണ് ക്രൂശിക്കാൻ വിധിച്ചതെങ്കിൽ വഴിയറമ്പിൽ വെച്ച് ഇവൻ തട്ടിയാറ്റ് പോയാൽ പകരം ഇവനെ കയറ്റും. അത്ര കർശനമാണ് നിയമം. അതുകൊണ്ട് തന്നെ ശതാധിപന്റെ കഴുത്തേല ഇത്. ഏത്? ഇവൻ വഴിയറമ്പിൽ മരിക്കരുത്. അതുകൊണ്ട് യേശുവിനെ ആടിച്ചങ്ങ് തകർത്തിട്ടേക്ക്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പക്ഷേ ഞാൻ ഒരു സ്ഥലമൊന്നും പറയുന്നില്ല, ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരെല്ലാം കൂടി കൂടിയിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റങ്ങളെ ഞങ്ങളൊരു സ്ഥലം കാണിച്ചു തരാം. അങ്ങനെ എന്നെ കാണിക്കാൻ കൊണ്ടുപോയച്ചാ. കാണിച്ചിട്ട് എന്നെ കൊണ്ടുപോയി ഒരു മുള്ള് കാണിച്ചു. ഇതുപോലെ ഒരു കമ്പെടുത്ത് ആ മുള്ളിങ്ങനെ പൊക്കിയിട്ട് എന്നെ കയ്യിലോട്ട് വന്നിട്ട് പറഞ്ഞു, വേണേ ഒന്ന് പിടിച്ചേക്കാൻ പറഞ്ഞു. തോടാനത്തില്ല, ഇത്രയും നീളമുണ്ട്. ഞാൻ ഈ മുള്ള് കണ്ടിങ്ങനെ, എന്താണ് ഈ മുള്ള്? എൻ്റെ പൊന്നു പാസ്റ്റങ്ങളെ, ഇതാണ് യേശോപ്പച്ചൻ്റെ തലയിൽ അവന്മാർ മെടഞ്ഞ് അടിച്ചു കയറ്റിയത്. ഇത് പറയുന്നതും ഞാൻ വാവിട്ട് കരയുന്നതും ഒരുപോലെ. ഞാൻ ഈ കൈ വെച്ചളന്നിട്ട് ഇത്രയും ഉണ്ട്. അത് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന അത്ര ഷാർപ്പാണ്. അത് പ്ലെയർ പോലുള്ളത് വെച്ച് പിരിച്ചെടുത്ത് തലയിലോട്ട് അവർ വെച്ചു. തലയിൽ വെച്ചിട്ട് വീഴുമ്പോൾ ഇത് പോകാതിരിക്കാൻ ഇത് മെടഞ്ഞിട്ട് ചവണ കൊണ്ട് ഇത് വെച്ച് ടൈറ്റ് ചെയ്തു. എന്നിട്ട്
അടിച്ചിരുത്തിയെന്നാ പറയുന്നത്. അടിച്ചടിയിൽ നമ്മുടെ യേശു അപ്പച്ചന്റെ തലയോട്ടിക്കകത്ത് കയറി. അത് ജോസിഫസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നു, അതിൽ 1-2 മുള്ളുകൾ ദിശ തെറ്റി കണ്ണിനകത്തോട്ട് കയറിയിട്ട് 2 കണ്ണുകളും തൂങ്ങി പുറത്ത് കിടന്നെന്ന ജോസിഫസിന്റെ എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ കാണുന്ന കാഴ്ച ഒന്നും അല്ല ദൈവമക്കളെ. ഈ പരുവത്തിലാ യേശു ഈ കുരിശു വന്നുകൊണ്ട് പോകുന്നേ. ശതാധിപന് മനസ്സിലായി ഇവൻ മരിച്ചു പോകും. കുതിരപ്പുറത്തിരുന്ന് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ചുമക്കാൻ ഒരാളെ നോക്കി. യഹൂദനെ നോക്കിയാൽ യഹൂദൻ അടുത്ത ദിവസം ശാബത്ത് ആരംഭിക്കുകയാണ്. ശാബത്ത് ആരംഭിക്കുന്നത് കൊണ്ട് ക്രൂശെ തൊട്ടാൽ എല്ലാവരും അശുദ്ധമാകും. നിങ്ങൾ ഈ ക്രൂശിന്റെ വഴിയിലൊന്ന് നോക്കിക്കേ, ആരൊക്കെയാ നിൽക്കുന്ന നോക്കിക്കേ. ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നത് മരിച്ചുയർത്തെഴുന്നേറ്റ് ലാസർ, തൊട്ടടുത്ത് നിൽക്കുന്ന നൈൽ പട്ടണത്തിലെ വിധവയുടെ മകൻ, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന 10 കുഷ്ഠരോഗികൾ എന്ന് വേണ്ട യേശു സൗഖ്യമാക്കിയവരായി 2 വശത്തും നിൽക്കുന്നേ. പക്ഷെ ആരും വരുന്നില്ല യേശുവിന്റെ ക്രൂശ് ഒന്ന് താങ്ങിക്കൊടുക്കാനും. അപ്പോഴാണ് ശതാധിപന്റെ കണ്ണുകൾ ഒരാളുടെ കണ്ണിൽ പെട്ടു. അതാരുമല്ല, അവൻ കുറേനക്കാരനായ കറുത്ത വർഗക്കാരനായ ശീമോൻ. അവൻ മുന്നോട്ട് വാ. അവൻ ഇവിടെ ചെന്നിട്ട് ചോദിച്ചു, എന്നാ സാറേ എടുക്കടാ ക്രൂശ് എന്ന് പറഞ്ഞു. ക്രൂശ് എടുക്കാൻ പറഞ്ഞു. ഒടുത്തോട്ടനെ പുള്ളി പറഞ്ഞു, സാറേ ഞാൻ ഇവിടത്തുകാരനല്ല, ഞാൻ വയലിൽ നിന്ന് വരികയാ, എനിക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എടുക്കാൻ പറഞ്ഞു. അടിമയല്ലേ, 2 വെള്ളിക്കാശ് കിട്ടുന്ന അടിമ. എടുക്കാൻ പറഞ്ഞു. ഈ പച്ച പൈമര കുരിശെടുത്ത് തോളിൽ വെച്ചു. ഞാൻ ഒരിക്കൽ ഈ വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ എന്നോട് പറഞ്ഞു, കേൾക്കണോ, ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാൻ ഈ ശീമോന. പ്രസാദ് പക്ഷെ എന്നാന്നറിയോ, ഈ കൽത്തളത്തിൽ വെച്ച് അടിച്ച് മുറിവേൽപ്പിച്ച് ഉഴവ് ചാല് പോലെ കീറി മുറിച്ച് ശരീരത്തുനിന്ന് ഈ ചോര ഒഴുകി ഈ മരത്തെ കൂടി ഒഴുകിയ, ഈ പച്ച പൈമരെ കുറിച്ച് കൂടി എന്തൊഴുകിയ, യേശുവിന്റെ ചുടിച്ചോര ഒഴുകിയ. ഈ കുരിശെടുത്ത ശീമോൻ തോളെ വെച്ചത്. നമ്മളെല്ലാം വിശ്വാസത്തെ രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ചപ്പോ ശീമോന്റെ ശരീരത്തില് ചുടിച്ചോരയുടെ അടയാളം ലൈവായി പതിഞ്ഞത്. ഈ ലോകത്ത് അവൻ മാത്രമാണ്, അവന്റെ ശരീരത്തിലാണ് രക്തം വീണത്. അമ്മേ, ആ രക്തം പതിഞ്ഞു. ആ ക്രൂശെടുത്ത് തോളി വെച്ചു. കുരിശ് വന്നുകൊണ്ട് പോകുന്നു, യേശു മുന്നിൽ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടക്കിടയ്ക്ക് ഇവർ 2 പേരും കൂടി നോക്കാറുണ്ട് കേട്ടോ. ഈ നോക്കുന്ന കൂട്ടത്തിൽ ശീമോനോട് എൻ്റെ യേശു അപ്പച്ചൻ രഹസ്യമായി മൗനമായി ഒരു ദൂത് പറഞ്ഞു, ശീമോനെ, ഇപ്പൊ തരാൻ ഈ പച്ച പൈമര കുരിശ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഗുൽഗോത്ത വരെ നീ ഇത് ചുമന്നെത്തിച്ചാൽ നിനക്ക് 2 മക്കളില്ലേ, അതിന്റെ കാര്യം ഞാൻ ഏറ്റു. ഈ കുരിശ് അവിടം വരെ ഒന്ന് എത്തിക്കാമെങ്കിൽ, ഇത് അവിടം വരെ ഒന്ന് ചുമന്ന് കൊണ്ടുചെല്ലാമെങ്കിൽ, ഈ കുരിശൊന്ന് ചുമന്ന് ഗോൽഗോത്ത വരെ എത്തിക്കാമെങ്കിൽ, അലക്സാണ്ടർ റൂഫോസുമായ നിന്റെ തലമുറയുടെ കാര്യം ഞാൻ ഏറ്റു. ഗോൽഗോത്ത ചെന്നു, കുരിശെടുത്ത് താഴെ വെച്ചു, യേശുവിനെ ക്രൂശിച്ചു. മാറി നിന്ന് നോക്കി. ഈ മനുഷ്യൻ വീട്ടിൽ ചെന്നത് സന്ധ്യയ്ക്ക. മക്കൾ 2 പേരും ഓടി വന്ന് കാണും. അപ്പാ എന്നാ താമസിച്ചേ? മക്കളെ, നസ എന്റെ കുരിശു മക്കേണ്ടി വന്നു. ആണോ? അപ്പന അടിമയല്ലേ, 2 വെള്ളിക്കാശ് കിട്ടിയോ? മക്കളെ, ഒന്നും കിട്ടിയില്ല. പിന്നെ അവൻ കുരിശു ചുമക്കുമ്പോൾ എന്നോട് പറയുമായിരുന്നു, നിങ്ങളുടെ കാര്യം അവൻ ഏറ്റെന്ന്. റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, കർത്താവിൽ അലക്സാണ്ടറും ഒരിക്കലും പ്രശസ്തനല്ലാത്തവനെ ഈ ക്രൂസ് പ്രശസ്തനാക്കും. ഞാനിവിടെ നിർത്തിയാ കേട്ടോ. നീ പ്രശസ്തനല്ലായിരിക്കാം, പക്ഷെ ഇതങ്ങ് ചുമക്ക്, നീ പ്രശസ്തനാകും. ഒരു ഹല്ലേലൂയ പറ. നീ പ്രശസ്തനാകും. ക്രൂശ് ഉയർത്തപ്പെട്ടപ്പോൾ ശതാധിപൻ പറയുന്നു, ഇവൻ വാസ്തവത്തിൽ ആരാ? നീതിമാൻ. ജ്ഞാനി അല്ലാത്തവനെ ക്രൂശ് എന്താക്കി? ജ്ഞാനിയാക്കി. കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ. പ്രത്യാശ നാട്ടപ്പെട്ടവന്റെ ജീവിതത്തിൽ പ്രത്യാശ മടക്കി കൊടുത്തത് ക്രൂശാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു ജീസസ്. കർത്താവിനോട് സ്തോത്രം, 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 സ്തോത്രം. താങ്ക് യു ജീസസ്.
കണ്ടാലോ വാലറിയുകിൽ ഊഴവും ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ ശോഭയില്ല ചോരയാൽ നിറഞ്ഞൊഴുകിടുന്നു. മകനേ മകളേ നീ മാന്യനായിടുവാൻ. മകളേ മകളേ നീ മാന്യനായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ആ കരമൊന്ന് മേലോട്ട് ഉയർത്തി പറഞ്ഞേ. നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. എല്ലാവരും എഴുന്നേറ്റ് നാട്. വളരെ ശക്തമായ ദൈവവചനം നമ്മോട് ഇടപെട്ട ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയമുള്ളവരെ, ഇന്ന് കേട്ട